മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മരക്കുരിശതിൽ മരിപ്പാനാ, മരക്കുരിശതിൽ മരിപ്പാനാ നരജന്മമെടുത്തു വന്ന തന്നാമം മനോഹരം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. ബഹുവിപത്തുകളെഴും ഭൂവിൽ, ബഹുവിപത്തുകളെഴും ഭൂവിൽ സ്നേഹക്കൈകൾ നീട്ടി എന്നെ താങ്ങും തന്നാമം മനോഹരം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. പല കുറവുകൾ വന്നാലും, പല കുറവുകൾ വന്നാലും എന്നെ തള്ളാതെ കൃപയാൽ കാക്കും തന്നാമം മനോഹരം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. ആഹാ തന്നാമം മനോഹരം, മഹാത്ഭുതം തൻ പ്രേമം. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മനമേ പുകഴ്ത്തിടു നീ മഹോന്നതൻ തൻ മഹിമാ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്ന് കൊണ്ട് രസം വരില്ല. പുറത്ത് കടന്നിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാനുള്ളതല്ല. അപ്പോൾ വിളക്ക് കത്തിച്ച പറയും കീഴിൽ അല്ല, തണ്ടിന്മേൽ അത്രയും വെക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്
സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് ഈ സത്യവെളിച്ചം അറിയാൻ വയ്യാതെ ഇരുട്ടിൽ അന്ധതയിലായിരുന്നു എന്നെയും ദൈവം വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ കൃപയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ സാക്ഷ്യം പറയണമെങ്കിൽ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഏതാണ്ട് 32-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ആ മുൻപിൽ ഒരു വലിയൊരു കാര്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ജോലിയുടെ ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിൽ കടന്നു പോകാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാരമ്പര്യം പറയുന്നെങ്കിൽ 33 കോടി ദേവന്മാരെ സേവിച്ച് പൂജകർമ്മങ്ങൾ കഴിച്ച് ബലികർമാദികൾ കഴിച്ച് ഇങ്ങനെ അതിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് കിടന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ഞങ്ങൾ ജോലിയുടെ ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. ഹൈറേഞ്ചിൻ്റെ ഭാഗത്ത് ഏലപ്പാറ എന്ന സ്ഥലത്ത് ഞങ്ങൾ കടന്നു വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവിടെ വരുമ്പോൾ ക്ഷേത്രമില്ല, തൊഴാനും കുളിക്കാനും തൊഴാനും പോകാനൊന്നുമില്ല. എങ്കിൽ തന്നെയും അവിടെ വന്നൊരു ക്ഷേത്രം ഉണ്ടാക്കുവാനിടയാക്കി. അവിടുന്ന് പിന്നെ കലച്ചാലടുത്ത് നെടുമ്പുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് ഒരു കേശവൻ തിരുമേനി എന്ന് പറയും, പുള്ളിയെ വിളിച്ച് അവിടെ പൂജയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ആക്കി. ഇങ്ങനെ അവിടെ കാലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട രോഗിയായി ഭാരപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ രോഗം തിന്മയ്ക്കല്ല നന്മയ്ക്കായിരുന്നു ഇപ്പം ഞാൻ ഓർക്കുന്നു. ദൈവത്തിന് നന്ദി അന്നത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആ രോഗം ബാധിതനായി. അതിനെ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ വീട് കരകച്ചാലാണ്. എന്നെ കൊണ്ടുവന്ന മാവേലിക്കര. ഞാൻ എൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു അവസരം എനിക്കുണ്ടായി. ഞാൻ 2 ദിവസത്തേന് വീട്ടിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ പോയ അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അവരങ്ങനെ 2 പേരെ ഞാൻ കൊണ്ടുപോയി, 2 പേര് വീട്ടിലുണ്ട്. അപ്പം പുള്ളി അങ്ങനെ വായിച്ചുകൊണ്ട് നോക്കിയിരുന്നപ്പോൾ ഇങ്ങനെ മനസ്സിലായി, പിള്ളേരുടെ മേത്ത് ഇങ്ങനെ തീ കത്തി കയറുന്ന പോലെ തോന്നലുണ്ടായി. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പിള്ളേർ കുഞ്ഞുങ്ങളയ്യോ തീകരിഞ്ഞ് ഇങ്ങനെ ആയിപ്പോകുന്ന ഒരു വലിയൊരു പ്രയാസം ഉണ്ടായി. ആ പ്രയാസത്തോട് പുള്ളി അങ്ങോട്ട് പിന്നെ മിണ്ടുകയില്ല, പറയുകയില്ല. ഞാൻ വന്നപ്പോൾ മിണ്ടത്തുമില്ല, പറയത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ മൂത്തവൻ ഇപ്പോൾ അക്കൊലമായിലുണ്ട്. അപ്പം അതിനോട് ചെന്ത പറ്റി മോനെ. അന്നത്തെ അപ്പോഴത്തെ അച്ഛൻ എന്തോ അന്നേരം പറഞ്ഞു, അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിട്ട് എന്നോട് മിണ്ടിയില്ല. അന്ന് ഇതുപോലെ ജോലിക്ക് കടന്നു പോയ സ്ഥാനത്ത് അത്രയും 10,000 തൊഴിലാളി കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന അവിടെ ചെന്ന സ്ഥാനത്ത് അലച്ച് മുട്ടുകുത്തി താഴെ വീണച്ച് പറഞ്ഞു, ഞാൻ പാവി, എന്നെ കല്ലെറിയാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഉണ്ടാകുന്ന സംഭവം എനിക്കത് അറിയത്തുള്ളൂ. അവിടെ നിന്ന് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി 24 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. യാതൊരു കുറവുണ്ടായില്ല. അപ്പോൾ ഡോക്ടർ 6 മാസത്തേന് വിധി എഴുതി. അവരെന്തോ രോഗമൊന്നും കണ്ടുപിടിച്ചെന്നും അറിയത്തില്ല. അപ്പോൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 25-ാമത്തെ ദിവസം ഞങ്ങൾ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്നു. അന്നത്തെ പഴയ നിയമം അന്നത്തെ ഓർത്ത് അന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമയത്ത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചതുപോലെ വിഗ്രഹത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയ വിലയ്ക്ക് ഓർത്ത് ദൈവത്തെ പിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സ്ഥാനത്ത് ആദ്യം ചെയ്യാൻ പോയത് മന്ത്രവാദികളെ വിളിച്ചുകൊണ്ട് വന്നു. അവർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബദൈവങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അവിടെ പോയി കുടുംബദൈവത്തിന് വലിയ കർമ്മങ്ങളും കാര്യങ്ങളും കഴിച്ചു. അങ്ങനെ വേറൊരു കൂട്ടരെ കൊണ്ടുവന്നു. അവർ പറഞ്ഞു, ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ ബലി കഴിക്കണമെന്ന് പറഞ്ഞു. അവിടെ ആട് വെട്ടണം, കോഴി വെട്ടണം. നാണയനെ വെട്ടിയിലെ കോഴിയെ വെട്ടിയുള്ളൂ. അതിനും ഫലമുണ്ടായില്ല. പിന്നെ പ്രശ്നക്കാർ വന്നിച്ച് പറഞ്ഞാൽ ശബരിമലയ്ക്ക് 7 കന്നിക്കാരെ വേണമെന്ന് പറഞ്ഞു. അത് 7 കന്നിക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് അറിയാമെന്ന് അറിയത്തില്ല. അതിനൊക്കെ ഒത്തിരി ചിലവുണ്ട്. അപ്പോൾ അങ്ങനെ 7 പേരെ അവിടെ വിട്ടു. അതിലൊരു വിടുതൽ കിട്ടിയില്ല. ഉടനെ പറഞ്ഞു, 101 കാവടി 101 കാലപ്പലി, അതൊക്കെ വലിയ ഭയങ്കര ചിലവുള്ള കാര്യങ്ങളാണ് ദൈവങ്ങളെ. അതെല്ലാം ചെയ്തു, ഒരു വിടുതലുമില്ല. അത് കഴിഞ്ഞ് വേറൊരു കുട്ടികൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവരക്കകത്ത് ഹോമം കഴിക്കണമെന്ന് പറയും. 3 ബ്രാഹ്മണന്മാർ അതിന് വേണ്ട കർമ്മങ്ങളെല്ലാം അതും ചെയ്തു. അതിനും വിടുതലില്ല, ഒന്നിനും വിടുതലില്ല. ഉള്ളതെല്ലാം മുതലെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആട് വെട്ടി, കോഴി വെട്ടി, പൂജ ചെയ്ത്, കർമ്മം ചെയ്ത്, ബലി ചെയ്തു, എല്ലാം ചെയ്തു. എന്നിട്ട് യാതൊരു വിടുതലും കണ്ടില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അപ്പോൾ ഡോക്ടർ 6 മാസത്തിന് വിധി എഴുതി. 6 മാസം കഴിഞ്ഞാൽ മരിച്ചു പോകും. അപ്പോൾ ഞാനിങ്ങനെ, എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്, തീരെ കൊച്ചു പിള്ളേരെ എല്ലാവരും. അപ്പോൾ ഞാനിങ്ങനെ ഒരു രാത്രിയിൽ ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ ഞാൻ കട്ടിലെ കിടക്കുന്നത് ഉണ്ടായിരുന്നെല്ലാം പോയി. അന്നത്തെ കാലത്ത് 10-27 രൂപയുടെ നഷ്ടം മരുന്നും മന്ത്രവാദവും ഒക്കെ ചിലവാക്കി. എന്നിട്ട് യാതൊരു വിടുതലുമില്ല. ആ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സമയത്ത് പുള്ളി കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആദ്യം പറയുന്ന വാക്യത, ഹല്ലേലൂയ.
രണ്ടാമത് പറഞ്ഞു യേശുവിൻ്റെ രക്തം, മൂന്നാമത് സ്വോത്രം പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഇതെന്തോ യേശു ആരാ, യേശുവിൻ്റെ രക്തം എന്തുവാ, ഈ സ്വോത്രം എന്തെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ചിന്തയിൽ വന്നു 33 ദേവന്മാർ, 1 2 അല്ല, അതിൻ്റെ കൂടെ ദേവികളുമുണ്ട്. ഇതിനെയെല്ലാം ആരാധിച്ചിട്ട് ഇതിന് വേണ്ടതൊക്കെ കൊടുത്തിട്ടും എടുത്തിട്ടും ഒന്നിനും തൃപ്തി വന്നിട്ട് ഒരു ഇനി ഈ പറയുന്ന എന്തോ ചെയ്യേണ്ടത് എൻ്റെ മനസ്സിലാക്കി വലിയ ഭാരമായി. അങ്ങനെ കിടന്ന് ഈ വാക്കുച്ചരിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും പിന്നെ പ്രിയപ്പെട്ടവന് വിടുതലയിലെത്താൻ തുടങ്ങി. ഡോക്ടർമാർ 6 മാസം പറഞ്ഞ പുള്ളി എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ തുടങ്ങി, തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടിലിങ്ങനെ നടന്നു. ഇങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു വന്നപ്പോഴത്തേനും എനിക്കിതിലോട്ട് ഒട്ടും താല്പര്യമില്ല. ഞാൻ വീട് വിട്ട് ഇറങ്ങി പോകത്തില്ല. ഞങ്ങളുടെ കുടുംബം അങ്ങനെ, ഒരു വീട്ടിൽ പോകുമോ ഒരുത്തരെ കാണുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഈ ദൈവം എവിടുന്ന, ഈ ദൈവം ആരാ, ഇത് ദൈവമാണോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു. പിന്നെ 33 ദേവന്മാരുടെ പുറകെ പോയി ഞാൻ. അവരിൽ കഴിഞ്ഞ് ദൈവമുണ്ടോ, അവർ കഴിഞ്ഞ് ഒരുത്തരമില്ലെന്നുള്ള എൻ്റെ ചിന്ത. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോയി. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ വീട്ടിലിരിക്കുക. അപ്പം അവിടെ കൂലിക്കാർ താമസിക്കുന്ന ലൈവ് എന്ന് പറയും, അല്ലെങ്കിൽ മുഖമ്പലക്കുള്ളവരുടെ ചാലെന്ന് പറയും. ആ സ്ഥലത്ത് എനിക്ക് യേശു ഉണ്ടെന്ന് അറിയത്തില്ല, യേശു ഉണ്ടോ, യേശു അങ്ങനെ ദൈവമാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതിനെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും കയറി വരത്തില്ല, ഒരു മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ കയറി വരില്ല. അങ്ങനെ ഒരു സഹകരണമില്ല, അങ്ങനെ വീട് വിട്ടെടുത്തും പോകത്തില്ല. പണ്ടത്തെ കാലമല്ലേ. അവിടെ പ്രാർത്ഥനയ്ക്ക് പോയിച്ചു വന്ന് ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം അവിടെ നിന്ന് ഒരു ഗ്ലാസ് കടുങ്കാപ്പിയാണ് കുടിച്ചെന്ന് എനിക്ക് തോന്നി. അപ്പം ഈ കാപ്പി കുടിക്കുന്നത് കണ്ടു. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ പെരുവിരലെന്നൊരു വിറയിൽ കേട്ടു, ഉച്ചി വരെ എല്ലാത്തൊരു. അപ്പം ഈ പിശാചെല്ലാം കൂടി ഇപ്പം ഞാൻ ചോദിക്കും എന്നെ ബാധിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പം എനിക്കങ്ങ് ആകെപ്പാടെ ഇല്ലാത്ത ഇതായി ഉണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, ഇനി ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. തൊടാത്ത ജാതിയുടെ വീട്ടിൽ പോയി വെള്ളം കുടിച്ചു, അങ്ങനെ അവരെ തൊട്ടു. ഇനി വീട്ടിൽ കയറ്റുന്നത് ശരിയല്ല എന്ന് കണ്ട് ഞാൻ വീട്ടിൽ കയറ്റിയില്ല. പ്രാർത്ഥനയും കഴിഞ്ഞ് മടങ്ങി വന്നു. എന്നോട് പറഞ്ഞ് കഥകനെ തട്ടിയത്. ഞാൻ പറഞ്ഞ തുറക്കത്തില്ല, മുല്ലപ്പെരിയാറാ ഞങ്ങളുടെ വാതിൽ കൂടെ വിടുന്നത്. ഞാൻ പറഞ്ഞു ആറ്റി പോയി കുളിച്ചേച്ച് വരാതെ ഞാൻ ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. രാത്രിയിലൊന്നും പോയി അവിടെ കിടന്നു. പിറ്റേ ദിവസം ജോലിക്ക് പോയി. അങ്ങനെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഒറ്റ ആരാധന പോലും മുടക്കത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ വാക്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെക്കും. ഞാനത് വലിച്ചു കളയും. ഞാനെടുത്ത് ദൂരെ ഇടും, വെക്കത്തില്ല. ബൈബിൾ കൊണ്ട് നല്ലതെടുത്ത് ഞാൻ മാറിക്കളയും, എടുക്കത്തില്ല. അങ്ങനെ എനിക്ക് വലിയൊരു അലർജി. എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, തുടരുതാത്ത വസ്തു ഏതോ തൊട്ടു. അങ്ങനെ വീട്ടിൽ വഴക്കായി ബഹളമായി. ഇത് കണ്ടപ്പോൾ 3 വർഷം ഒരുപോലെ. 68 പുള്ളി രക്ഷിക്കപ്പെടുന്നത്, 70 3 വർഷം ഒരുപോലെ വഴക്കെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല, എൻ്റെ കൈകൊണ്ടൊരു ആഹാരം കൊടുക്കത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ എടുത്ത് കൊടുക്കത്തില്ല. അത്ര കണക്കാണ് എനിക്ക്. അപ്പോൾ ഈ വീട്ടിൽ കാണുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു അലർജി പോലെ. എനിക്ക് ഇവരുടെ കൂടെ നമ്മൾ തൊടാത്ത ജാതികൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറാത്ത ജാതികൾ, അവരുടെ ദൈവം ഇതേ ദൈവം, ഈ ദൈവത്തിന് എന്താ വിശേഷതയുള്ളൂ എന്നൊക്കെ എൻ്റെ മനസ്സിലെ ചിന്ത. അപ്പോൾ ഇങ്ങനെ ഇരുന്നു ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പം പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് ആഹാരം എടുത്ത് കൊടുക്കത്തില്ല. കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അവിടെ തമിഴ്ക്കാരി വേലക്കാരി വരും. അവളെ കൊണ്ട് വല്ലതൊക്കെ ചെയ്യിച്ച് മേശപ്പുറത്ത് കൊണ്ട് വിളമ്പി വെക്കും. തലേ ദിവസം വെക്കുന്ന കഞ്ഞിയുള്ള കാടി, അതിനകത്ത് എന്തെല്ലാം അഴുക്കുകളില്ല, അതെല്ലാം ഞാൻ വിട്ട് കലക്കി അവിടെ വെക്കും. കഴിക്കാൻ വന്ന് 12:30 ജോലി സ്ഥലത്തുനിന്ന് വരും. അവിടെ വന്നിരിക്കും, ചോറും കറിയൊക്കെ കൊണ്ട് വെക്കും. ഇത് വന്ന് ചോറ് വലിച്ച് നീക്കുമ്പോഴത്തേനും ദൈവങ്ങളെ ഇപ്പോൾ എനിക്കത് പറയാൻ പറ്റത്തില്ല. മനോരമ പേപ്പറിനകത്ത് ചീത്ത തെറി എങ്ങനെ വാർത്ത എങ്ങനെ ഇടുന്നു അതുപോലെ ഞാൻ ചീത്ത വിളിക്കുന്നിരുന്നു. ഞാൻ 1000 ചീത്ത വിളിച്ചാൽ 10,000 സ്വോത്രം പറയും. എനിക്ക് സ്വോത്രം കേൾക്കുന്ന വലിയ അലർജി. എനിക്ക് സ്വോത്രം പറയുന്നത് എനിക്ക് ഒത്തിരി വിണക്കായിരിക്കും. അപ്പോൾ അതിനതിന് ഞാൻ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അതെടുത്ത് ചോറ് കൊടുക്കത്തില്ല. ഇന്ത്യൻ ഇതെല്ലാം കൂടെ വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞ് നിനക്ക് തരാനുള്ളതൊക്കെ വലിയ വൃത്തിയായിട്ട ഭാഷയൊക്കെ ഞാൻ പറയും. എന്നിട്ട് ആ കഞ്ഞുള്ള അതിലും കൂടെ തലവഴി പിടിക്കും. എന്നാലും ഒരക്ഷരം വേണ്ടത്തില്ല. എന്തിനാ ഇത് ഒഴിച്ചെന്ന് ചോദിക്കത്തില്ല, അല്ലെ നീ അന്ന് ഇത് ചെയ്തെന്ന് ചോദിക്കത്തില്ല, ഒന്നും എന്നോട് ചോദിക്കത്തില്ല. അന്നേരം സ്വോത്രം പറയും. ഇങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി. എനിക്ക് ചെയ്യാവുന്ന പരമാവധി ഞാൻ ചെയ്തു. പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ ഞാൻ പണി ചെയ്തു. ഉള്ള മുണ്ടെല്ലാം അലമാരിക്കത്തെടുത്ത് കൂട്ടി വെച്ചിട്ട് ഒരു മുണ്ട് എടുക്കും. ശനിയാഴ്ച ഞാൻ ചാണകം കലക്കി അതിനകത്ത് മുക്കി. സഹോദരിമാർക്കറിയാം ചാണകം മുക്കിയ തുണിയുടെ നിറം എന്താണെന്നുള്ളത്. അത് ശനിയാഴ്ച വെച്ചാൽ ഞായറാഴ്ച രാവിലെ അത് പെരിയാറ്റി കൊണ്ടുപോയി പെരിയാറിനോട് വാതിൽക്കൂടെ ഒഴുകുന്നത്. ആ വെള്ളത്തെ കൊണ്ട് ഞെരടി പിഴ കൊണ്ട് 7 കിലോമീറ്റർ ഏലപ്പാറക്കുന്നു ആരാധനയ്ക്ക്. ആ പാസ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. ചാക്കോ സാറിന് പറയാൻ സ്വതന്ത്ര സഭയാണ്. ഞാനെന്ന് അടങ്ങിയിരിക്കത്തില്ല. അന്നത്തെ ഇളയ 2 വയസ്സേ ഉള്ളൂ. അവനിവിടെയൊക്കെ വന്ന് നിങ്ങൾക്ക് വരികയെ കാണണം. അപ്പം ഇവനെ എടുത്തോണ്ട് ഞാൻ പോകും. ഓളിൻ്റെ വാതൊക്കെ വരെ ചെല്ലും, ചീത്ത വിളിക്കും. ആ പാർശ്വം ചീത്ത വിളിക്കാനുള്ള വിശ്വാസികളെ ചീത്ത വിളിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയും, നിന്നെ കത്തിക്കും, നിന്റെ വൈത്തവും കത്തിക്കുന്നു പറയും. എന്നെ കൊണ്ട് വല്ലതും സാധിച്ചിട്ടാണോ എന്നെ അലട്ടുന്ന വിശ്വാസം? ഈ 30 ഇപ്പോഴും ഞാൻ 30 കോടി കൂടുതൽ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് കയറി ഞാൻ ഇങ്ങനെ ചെയ്യും. അങ്ങനെ നാളുകൾ ഞാൻ നടന്നു. എൻ്റെ അമ്മ
ഒരു പ്രാവശ്യം അവിടെ വന്നു. പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീയും ചാരും എല്ലാം കൂടെ കോരി തലയിൽ കൊണ്ടിട്ടു. തലയിലും മുഖത്തും എല്ലാം കൂടെ തീയും ചാരും കൂടിയിട്ടു. ദൈവമക്കളെ ഒന്ന് പറയട്ടെ, മുട്ടന്മാരുന്ന 24 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ അറകളെ അടച്ച് നിങ്ങൾ രഹസ്യത്തെക്കാളും ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ല മനുഷ്യനത് ചെയ്യും. ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഒന്നും അറിയത്തില്ല. അങ്ങനെ പുള്ളി അത് പ്രവർത്തിച്ചു. ലാസ്റ്റ് അമ്മ തീയെല്ലാം ഒരു തലയിലിട്ടു. അന്നൊരു തമിഴ്ക്കാരൻ അവിടെ വന്ന് ചോദിച്ചു, അയ്യ ഓൻ തലയിൽ ആരാ തീ കോരി പോട്ടെന്ന് ഇംഗ്ലീഷിലെ ചോദിച്ചു, തമിഴ് ചോദിച്ചു, ആരാ ഓൻ തലയിലെ തീ കോരിട്ടെന്ന്. അയാൾ വന്ന് പിടിച്ചിറക്കപ്പോഴാണ് തീ കെട്ട തലയിൽ താഴെ വീണ്. എന്നിട്ടും പറഞ്ഞു തന്ന ഒരു മുടി ഭംഗിയില്ല. ദൈവം തമ്പുരാൻ ഒറ്റ തലമുടി മുങ്ങിയില്ല, മുഖം പോലും പൊള്ളിയില്ല. അതും കുറവില്ലാന്ന് പിന്നെ എൻ്റെ അമ്മ ചെയ്തു. മുറുക്കി കോളാമ്പിക്കകത്ത് കലക്കി, അവൻ മുറുക്കത്തൊന്നുമില്ലെങ്കിലും അവന് വേണ്ടിയിട്ട് മുറിക്കാൻ എനിക്ക് തോന്നുന്നു. മുറുക്കി കോളാമ്പിക്കകത്ത് കലക്കി തലവഴി കണ്ടുപിടിച്ച് എന്തായാലും ചെയ്തതെന്ന് ചോദിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരക്ഷരം പറയില്ല. മുട്ടം വരുന്ന പ്രാർത്ഥിക്കല്ലാതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യവും പറയത്തില്ല. സ്വോത്രം മാത്രം. 1000 ചീത്ത വിളിച്ചാൽ 10,000 സ്വോത്രം, 10,000 ചീത്ത വിളിച്ചാൽ 25,000 സ്വോത്രം. ഈ സ്വോത്രമല്ലാതെ കണ്ട് അങ്ങനെ ഒരു സഹിഷ്ണുതയുള്ള മനുഷ്യനെ ഭൂമി കാണാനില്ല. അതുപോലെ പ്രാർത്ഥിക്കുന്നവർ ഇപ്പം അതെനിക്ക് മനസ്സിലായി. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുമായിരുന്നു. അങ്ങനെ ഇരുന്ന് 2070 എൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തിയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ദൈവമക്കളെ, ഞാൻ ഇന്ന് ഈ മനുഷ്യനെ ഈ ഭൂമി വെച്ചുകൊണ്ടാൽ ശരിയാകത്തില്ല. എനിക്ക് 4 പിള്ളേർ വളർന്നു വരുന്നു. അവരെ ആരെ എങ്ങനെയൊക്കെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, ഇവരുടെ ജാതിയല്ലേ അങ്ങനെ പോയി. എൻ്റെ മനസ്സിൽ ഒത്തിരി അകത്യങ്ങൾ എൻ്റെ മനസ്സിൽ കരുതി. കർത്താവ് പറയുന്നുണ്ട്, അകത്തെ ഓർമ്മ വെച്ചാൽ ദൈവസേനയിൽ ആര് നിൽക്കുമെന്ന്. അപ്പം അതിനൊക്കെ ഇപ്പം ഞാൻ ഓർക്കും. അപ്പം ഞാൻ ഒരു ദിവസം ചെയ്തു. അന്ന് എൻ്റെ 2ാമത്തെ മോനെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനെ ഇവിടെ വന്ന് കാണണം, വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പോയിച്ചു വന്നപ്പോൾ ഞാൻ കൊല്ലാനായിട്ട് കത്തി, ഈ തേയില വെട്ടുന്ന കത്തി, ആ കത്തിയെ എടുത്ത് തേച്ച് ഈ പിണങ്ങി അപ്പം കട്ടിൽ പിടിച്ച് അപ്പുറത്തെ മുറിയിൽ കൊണ്ടുപോയത്. വണ്ടിക്കാരി വരും. അവൾ വന്നത് ഞാൻ പറഞ്ഞു, എടി നീ ആ കട്ടിലെല്ലാം അവർക്ക് ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞു. അന്നേരം ഇവിടെ എന്നോട് ചോദിച്ചത്, തമിഴ് ചോദിച്ചത്, ഉനക്കെണ്ണ പൈത്യമാണോ, എനിക്ക് തലയ്ക്ക് കീർക്കാണോന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പൈത്യമൊന്നുമില്ല, ഞാൻ പറയുന്നത് ചെയ്ത് അവളും പോയി. അന്നെല്ലാം ഞാനെല്ലാം ഒരുക്കി കൂട്ടി വെച്ചു. 3 വർഷം തികയുക. അങ്ങനെ അപ്പം ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ പുരാണം പണ്ട് വായിക്കുമ്പോഴുണ്ട്, ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ വന്നാൽ സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് നരകത്തിൽ പോകാൻ പേടിക്കുക, സ്വർഗത്തിൽ പോകണം. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഏതായാലും ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാം, വൈകിട്ട് ചോറും കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു. ഞാൻ കൊല്ലാണ്ടിരിക്കുക. അപ്പം 4:30 ആയപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് വന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി ഞാൻ ചായ എടുത്തോടെ കൊടുത്തു. അന്നേരം പുള്ളിക്കാരൻ ഓർത്ത് കാണും എനിക്ക് മാനസാന്തരം വന്നത്. എനിക്ക് മാനസാന്തരം ഇല്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നും കൂടെ ഉള്ളല്ലേ, ഞാൻ കൊല്ലുവല്ലേ രാത്രിക്ക്, കൊല്ലാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പറയുന്നു. പകുതി ചായ കുടിച്ചാൽ എനിക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ചോറും വിളഞ്ഞു കൊടുത്തു. 3 വർഷം കഴിഞ്ഞ് 3 വർഷവും 15 ദിവസമാകുന്നത്. അവ ചോറും എല്ലാം കഴിച്ച് ഞാൻ കൊല്ലാനുള്ള സകല കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്ന കട്ടിലിനടിയിൽ മെത്തക്കടിയിൽ എൻ്റെ തലണക്കടി കത്തിയൊക്കെ കൊണ്ട് വെച്ചു. എല്ലാം നല്ലപോലെയൊക്കെ നോക്കിക്കണ്ട് എഴുന്നേറ്റ ഉടനെ എനിക്ക് വെട്ടണം. അതിന് വേണ്ടിയുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തത്. കിടന്ന് പുള്ളി എഴുന്നേറ്റു. രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പാമടക്കി അവിടെ ഇരുന്ന് പായലിരിക്കത്തുള്ളൂ. ഒരിക്കൽ പോലും കസയിരുന്ന് ആരാധിക്കത്തില്ല. ചർച്ചയിൽ പോയാലും താഴെ ഇരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം. താഴെ ഇരുന്നു, വേദപുസ്തകം എടുത്തു വെച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. ഞാൻ പണ്ട് മുസ്ലിങ്ങൾ നമ്മുടെ ഖുർആനെല്ലാം വാരിക്കൊണ്ട് വന്ന് ഞാനും വന്നെടുത്തിരുന്നു. എനിക്ക് ഇതൊന്നും വായിച്ചിട്ട് ഒന്നും സമാധാനം വരുന്നില്ല, കൊല്ലണം, ഇതാ എൻ്റെ ചിന്ത. ഒന്നെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. അവിടെ ഞാൻ ഈ പുസ്തകമെല്ലാം വായിക്കൊണ്ട് ഞാൻ വന്ന് നോക്കിയിരുന്നു കുറച്ച് നേരം വേണം വായിക്കാം. അപ്പം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെ 91 സങ്കീർത്തനത്തിനകത്തുനിന്ന് നിന്റെ കൂടാരത്തിന് ഒരു ബാധയും അടുക്കത്തില്ല, നിന്റെ എല്ലാ വഴികളും കാക്കേണ്ടത് നിന്നെക്കുറിച്ചാണ് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറയുന്നു. പിന്നെ കൃഷിൻ്റെ തണലാന്നൊരു പാട്ടും, ശത്രു എതിർക്കും മിത്രമായൊരു കൈവിടും, എന്നാലും തത്രപ്പെട്ടുള്ള കലങ്ങല്ല, കർത്തനിൽ ഈ പാട്ടും പാടി ഈ സങ്കീർത്തനം വായിക്കും. ഇപ്പം എനിക്കറിയാം അതിൻ്റെ അത് എന്താ വന്നുള്ളത്, അന്ന് എനിക്ക് അറിയത്തില്ല എന്താ വന്നുള്ളത്. അപ്പോൾ എനിക്കിതങ്ങനെ ഭയങ്കര ദേഷ്യം വന്നു എനിക്ക് സഹിക്കാൻ പറ്റും. മിന്നലിരുന്ന ബൈബിളും എല്ലാം എടുത്ത് കളഞ്ഞു, എടുത്തിരുന്നെല്ലാം വലിച്ച് ഷർട്ടുമൊക്കെ വലിച്ച് കീറി കണ്ണാടി കുറിച്ച് ദൂരെ കളഞ്ഞു. പിന്നെ എൻ്റെ പ്രയോഗം ഞാൻ നോക്കാൻ തുടങ്ങി. പുള്ളി എങ്ങനെ ഇരിക്കുക. അപ്പോൾ കണ്ണടച്ചിരുന്നാൽ 24 മണിക്കൂർ എടുക്കും. അവിടെ എന്തെല്ലാം വീട്ടിൽ നടന്നാലും അറിയത്തില്ല. ഞാൻ ഈ കത്തിയെടുത്ത് ദൈവമക്കളെ എൻ്റെ കട്ടിലെ കഴിയുന്ന കത്തിയെടുത്ത് പുള്ളിക്കിട്ട് വെട്ടി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു വെട്ടുകയും എൻ്റെ ഈ വലത്തേ തന്നെ കത്തി വെടനിക്ക് കൊണ്ടില്ലെന്നവരെ എൻ്റെ കൈക്ക് ആരോ വന്ന് ഈ കൈക്കിട്ട് അടിച്ചിട്ട് പിറകിലിരുന്ന്
അലമാരിയിലും എല്ലാം തകർന്ന് തട്ടിയും ഇത് പോയി താഴെ വീണു. അതും കൂടാതെ എന്നെ ആരോ പിടിച്ച് തലമുടിക്ക് ചുറ്റി പിടിച്ച് വലിച്ചെറിഞ്ഞു. ആ എറിഞ്ഞ എനിക്കറിയാം. ഞാൻ പോയി കമന്ന് കിടന്നു. പിറ്റേ ദിവസം 9 മണിയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. പിന്നെ ആ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടന്നെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഇവള് വന്നു കുത്തി വിളിച്ചു പോയി എന്താ ഇതൊക്കെ ഇങ്ങനെ അവളോട് നടക്കെ പറഞ്ഞു. അന്നേരം ഞാൻ തീരുമാനിച്ചു ഇനിയും ഞാൻ ഇങ്ങനെ പറഞ്ഞേ കൊല്ലുന്നില്ല. ഈ ദൈവം എനിക്ക് വേണ്ട. ഇവിടെ ഒന്നും ഈ വീട്ടിൽ പറ്റത്തില്ല. ദൈവവും വേണ്ട. ഈ ദൈവം ആരാ? പിന്നെ എന്നെ ചോദിച്ചിട്ടല്ല ഈ ദൈവം ആരാ? ആർക്കുള്ള ദൈവം? ഇതെവിടെയുള്ള ദൈവം? എങ്ങനത്തെ ദൈവം? ഇതെന്താ ആഗ്രഹം? ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു. ഇതെല്ലാവരുടെയും പീഡനങ്ങളായപ്പോഴത്തേനും മാനസികമായ രോഗത്താൽ പുള്ളി ഭാരപ്പെടുവാനിടയായി. ഒരു സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, വേറെ ഒട്ടും സമാധാനമില്ല. ഇങ്ങനെയായി. അന്ന് എൻ്റെ മോനെ ഇപ്പോൾ ഒക്കലകാരനുള്ള 15 വയസ്സുണ്ടവന്. അവൻ SLCക്ക് പാസ്സായി. അവനൊന്നും അവിടെ അപ്പം എനിക്ക് അപ്പൻ്റെ കൂടെ ഇവനെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇവനോടും പിണക്കായി. ഇവനെ മെല്ലച്ചതയുമായപ്പോഴുള്ളത് നോട്ടമൊക്കെ എനിക്കുണ്ടായി. അപ്പം ഒരു ദിവസം മോനെ വിളിച്ച് പ്രാർത്ഥിച്ച് എങ്ങോട്ടൊന്നുമില്ലാതെ ഇറക്കി വിട്ടു. അവനെവിടെ പോയെന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കി നിൽക്കുക. എൻ്റെ ആദ്യത്തെ മോനാണ്. പോവുക. ഞാനിങ്ങനെ നോക്കി നിൽക്കാൻ പോട്ടെന്നാണ് പറയുന്നത്. അത്ര വൈരാഗ്യം എനിക്ക് മതത്തോടെ. അങ്ങനെ പാസ്റ്റർമാർ വീട്ടിൽ വന്നവരെ വിളിച്ച് കയറ്റും, വെള്ളം കൊടുത്തേച്ച് വേണ്ടവരൊക്കെ ഞാൻ ചീത്തയൊക്കെ വിളിക്കുമായിരുന്നു. ഒരു ദിവസം എന്നോട് ചോദിച്ചു ഇവിടെ ഒരു പ്രാർത്ഥന വെക്കട്ടെ. ഞാൻ പറഞ്ഞു ആട്ടെ. പ്രാർത്ഥന വെച്ച് എല്ലാവർക്കും ഒക്കെ 40 പേര് വരും. എല്ലാവർക്കും ഒരുക്കി കൊടുത്തേച്ച് ഞാനൊരു പണി ചെയ്തിട്ട് വെച്ച് ഇവരൊന്ന് ഇവർ കിടന്ന് തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നൊന്ന് കാണാമല്ലോ, ഇവർ പ്രസംഗിക്കുന്നു കേൾക്കാമല്ലോ എന്നെങ്ങാണ്ട് ഒത്തിരി 10 മുളക് വാരി ഞാൻ അടുപ്പിലിട്ടു. 1 കിലോ മുളകോളം കത്തിച്ച് കാണും. എന്നിട്ട് അവർ തുമ്മിയത് പോലുമില്ല. അവരവരുടെ പാടിൽ പോയി പ്രാർത്ഥനയും കഴിഞ്ഞു. അതിലും എനിക്ക് വൈരാഗ്യമായി. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ ഭയങ്കര വഴക്ക്. ഈ മുളകെല്ലാം കരിഞ്ഞല്ലാതെ യാതൊരു ബലവും ഉണ്ടായില്ല. ഞാൻ കരിച്ചത് മിച്ചം. അവർ പ്രാർത്ഥന കഴിഞ്ഞ് വെച്ച ആഹാരം കുടിച്ചാൽ അവർ വീട്ടിൽ പോയി. ഇവിടെ വീട്ടിൽ വഴക്ക്. പിന്നത്തെ തീരുമാനമാണ് കൊല്ലിച്ച്. അന്ന് അങ്ങനെ ചെയ്തു. അപ്പം പിന്നെ ഓർത്ത് ഇനി ഈ ദൈവത്തിനെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല, എനിക്ക് വേണ്ട. ഏത് ദൈവമാണ് ഇത്? എന്നാൽ എൻ്റെ ചിന്ത ഇത് എവിടെ നിന്നുള്ള ദൈവം, ആരുടെ ദൈവം? അപ്പം ഞാനങ്ങനെ നിന്ന് ചിന്തിച്ചോ. മറ്റേ അപ്പൻ അവിടുത്തെ എല്ലാവരും 30 കോടി പേരെ ഞാൻ ചിന്തിച്ചു. ഇവരൊക്കെ അല്ലേ വലിയ ദൈവം എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കുടികൊണ്ടു. പക്ഷേ അതൊന്നും നടന്നില്ല. ദൈവം ഒന്നും സമ്മതിച്ചില്ല. അന്ന് ഈ രോഗം ഇങ്ങനെ കൂടി എല്ലാവരും കൂടെ ഇവർ കടന്നു പോയ ചപ്പാത്തി സഭയിലാണ് പോകുന്നത്, ചർച്ച കൊണ്ടാണ് പോകുന്നത്. അവിടുത്തെ ദൈവമക്കളെല്ലാം കൂടെ പോയി കൊണ്ടുവന്ന് സഭയെ കൊണ്ടുവന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുത്തി. അപ്പോൾ അവിടുത്തെ ദൈവദാസം പറഞ്ഞു, കോട്ടയംകാരന് ജോസഫ് പാസ്റ്ററാണ് ഇരിക്കുന്നത്. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇത് ദൈവത്താലല്ലാതെ വിടുതല്ല, നിങ്ങൾ കുടുംബമായി ഉപസിക്കുമെങ്കിൽ ഇതിന് വിടുതൽ കിട്ടും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരെ കുടുംബമായിട്ട് പോകേണ്ടത്? ഞാൻ പോകത്തില്ലല്ലോ. എനിക്ക് ഭയങ്കര അലർജി ഇവരെ കാണുന്നത് തന്നെ. എന്തെല്ലാം ചെയ്യാമെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം വന്നു എനിക്ക്. ഒടുവിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. വ്യാഴാഴ്ച, വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസം ഉപവാസപ്രാർത്ഥനയാണ്. ദൈവദാസം പറയുന്നുണ്ട് അത്ഭുതം ദൈവം പ്രവർത്തിക്കും, പൂർണ്ണ വിടുതൽ ദൈവം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഴം, വെള്ളി, ശനി ഒന്നും നടന്നില്ല. അവിടെ കാഴ്ചപ്പാടും കൃപാപരമുള്ള സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും ഒക്കെ ഇരിപ്പുണ്ട്. അവർ പറയുന്ന അങ്ങനെ വരുന്നു, അമ്പലം വരുന്നു, ആന വരുന്നു, നെറ്റിക്കെട്ട് വരുന്നു, ഉത്സവം വരുന്നു, എന്നും വേണ്ട എന്തെല്ലാം വരുന്നു ഇവർ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഞാൻ അനങ്ങുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് വിളിക്കുന്നത് 30 കോടി അത്രയും കൂടെ ആ ദൈവത്തെ അവിടെ നിന്ന് ഞാൻ വിളിക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ശനിയാഴ്ചയായി. ശനിയാഴ്ച 5 മണിയായപ്പം ഇടുക്കി ജില്ലയിൽ നിന്ന് കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം അവിടെ കടന്നു വന്നു. ഇതുപോലെ ഒരു വലിയ കുടുംബക്കാർ. ഇപ്പം എനിക്ക് വലിയ കുടുംബമൊന്നുമില്ല, എനിക്കൊരു കുടുംബവുമില്ല. ഇപ്പം അതിനിടെ കയറി പറയാൻ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ പാദം ഇവിടെ ആ ക്രൂശിൻ്റെ ചൂടെ ഇപ്പം എൻ്റെ കുടുംബം, വേറെ ഒരു കുടുംബമില്ല. അപ്പം ഇവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നു. ഞാനവരെ കണ്ടൊന്നുമില്ല. അപ്പം അവർ 2 ഭാര്യയും ഭർത്താവും 8 വയസ്സായ കൊച്ചും 4 വയസ്സായ കുഞ്ഞും. ഇവർ ആരാധനയ്ക്കൊന്ന് ശനിയാഴ്ച വൈകിട്ട് ഇവർ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആരാധന കഴിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും പോയി. ദൈവദാസം വെള്ളം പോലും കുടിക്കാതിരിക്കുക. ദൈവദാസം പറയുന്നുണ്ട്, ദൈവമക്കളെ ദൈവസന്നിധിയിൽ നിന്ന് പിന്നെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് മാറി തന്ന ദൈവനാമത്തെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഒത്തിരി പേരൊക്കെ പോയി. മുഴുവൻ അകൃത്യ ദൈവമക്കളെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പാവപ്പെട്ട ദൈവങ്ങളൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ അകൃത്യഭാരം ചുമന്നാണ് ഞാനിരിക്കുന്നത്. ഒടുവിൽ ശനിയാഴ്ച 6 മണിയായപ്പം വീണ്ടും പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ പോലല്ല, ഒത്തിരി സമയമായിരിക്കും 2-3 മണിയൊക്കെ ഇരുന്ന് ആരാധിക്കും. ഇന്ന് ശനിയാഴ്ച ഈ ഒരു 9 മണിയായപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എന്തോ പറയാൻ. ഇങ്ങനെ ഞാൻ ചിന്തിച്ച ഇങ്ങനെ ഇവരുടെ ദൈവത്തിന് എന്നെ 4 കാലം പാലുണ്ടോ? എൻ്റെ ചിന്തയത് ഈ ഓട് പിറക്കി ഇറങ്ങി വരുമോ? വന്നിട്ട് ഇപ്പം ഈ രോഗിയായിട്ട് ഇടാം 10-16 ദിവസം കൊണ്ട് വെള്ളം കുടിക്കാതെ കിടക്കുകയും മനുഷ്യനെ ഭേദമാക്കുമോ? ഇന്ന് കാണാമല്ലോ. അത് ചിന്തിച്ചു. അത് രണ്ടാമത് ഇങ്ങനെ ഞാൻ ഒന്നുകൂടെ ഓർത്തു. ഇങ്ങനെ ചിന്തിച്ച പല ഓണോനെ പറയാൻ ഇപ്പം എനിക്ക് പറയാൻ പ്രയാസം, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ മുടിഞ്ഞവനെയും കൊണ്ട് നടന്ന് ഈ മുടിഞ്ഞവൻ ചത്താലും ജീവിച്ചാലും
എനിക്ക് ഈ ദൈവത്തിനെ വേണ്ട, എൻ്റെ പൂർണ്ണ തീരുമാനത്തിലെത്തിയാണ്, എനിക്ക് വേണ്ട, വേറെ ആരെയും എനിക്ക് വേണ്ട തീരുമാനിച്ചു. ഈ 8 വയസ്സായ കുഞ്ഞ്, ആ തന്റെ നല്ല അഭിഷേകം പ്രാപിച്ചതെന്ന് എനിക്കറിയത്തില്ല. 8 വയസ്സായ കുഞ്ഞിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. പ്രവചനമരത്തോടെ ആ കുഞ്ഞ് എഴുന്നേറ്റു. അതുകൊണ്ട് അധികം മക്കളെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാനിടയായത്. ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ കുഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി ആളുടെ പുറകിലിരിക്കുക, എന്നോട് വന്ന് പറഞ്ഞു, മകളെ നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് പ്രവർത്തിച്ചുകൂടാ, എഴുന്നേക്ക്, നിന്റെ അകൃത്യം ഉപേക്ഷിക്ക്, ഏറ്റുപറ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു, ഞാൻ എന്നെ അകൃത്യം ചെയ്തു, ഞാൻ ആരെയും കൊന്നില്ല, ആരെയും ചീത്ത വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല, പിന്നെ ഞാൻ എന്തോ അകൃത്യം ചെയ്ത്. രണ്ടാമത് കുഞ്ഞ് പറഞ്ഞു, ഞാനല്ലാതെ ദൈവം ആരുള്ളൂ, ഞാൻ ഒഴികെ പാറയാരും എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ തൊട്ട് ഇതൊക്കെ ഒത്തിരി കേൾക്കുന്നത് ഞാൻ എത്ര കേട്ടതാണ് എന്ന് പിന്നെ എൻ്റെ മനസ്സിൽ തിരിച്ചു. രണ്ടാമത് പറഞ്ഞു, നിന്റെ നിലവുകളെ ഞാൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, നിന്റെ നടപ്പും കിടപ്പും ഞാൻ ശോധന ചെയ്യുന്നു. അന്ന് എനിക്ക് പറഞ്ഞാൽ അറിയത്തിരുന്ന പറഞ്ഞാൽ കൊച്ചു പറഞ്ഞ ഭാഗമായത്. അപ്പം പിന്നെ കൊച്ചു പറഞ്ഞു, മകളെ നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയല്ലോ നീ പറഞ്ഞത്, റോഡ് വിളിച്ചിറങ്ങി വരുമോ 4 കാലോ പാലം കൊണ്ടോ, അത് പറഞ്ഞു. ഈ കൊച്ചു പിന്നെ ഭയങ്കര ആയിട്ട് പിന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, കേൾക്കാവുന്ന എൻ്റെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിക്കാൻ കഴിയാതെ എൻ്റെ കരം കുറുകിപ്പോയിട്ടുമില്ല. യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതെ അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ഞാൻ പ്രവർത്തിക്കും, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ആരെന്ന് രണ്ടാമത് ചോദിച്ചു. ഇങ്ങനെ ഇന്നയാൾ പറഞ്ഞു. ഇങ്ങനെ ഈ വാക്ക് ഈ കുഞ്ഞ് പറഞ്ഞു. അന്നേരം ഞാനൊന്നും അനങ്ങിയില്ല. രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു, നശിച്ചു പോട്ടെ, മുടിഞ്ഞു പോട്ടെ, ഈ ദൈവത്തിനെ വേണ്ടെന്നല്ലേ നിന്റെ ചെലവെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ മനസ്സിലൊരു ഇളക്കം കൊണ്ട് കർത്താവിനെ വിളിക്കുന്നു. അന്ന് വിളിച്ച ദൈവത്തെ ഓർത്ത് പറഞ്ഞു, എൻ്റെ നിലവുകളെ അറിയുന്നത് ആര്? ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നനച്ച നിലവ് ആരറിഞ്ഞു? അപ്പം നിന്റെ നിലവുകളെ അറിയുന്ന ദൈവമെന്ന് പറഞ്ഞ ആ കുഞ്ഞ് മൂന്നാമത് പറഞ്ഞു, ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന ദിവസം രാത്രി ഇത്ര സമയത്ത് എൻ്റെ ദാസന്റെ മേൽ കൈവച്ചപ്പോൾ എൻ്റെ കരവല്ലിയോടെ പ്രവർത്തിച്ചെന്ന് ചോദിച്ചു. ദൈവത്തിന് മഹത്വങ്ങൾ. ആ കൊച്ചത് പറഞ്ഞപ്പം എൻ്റെ ഹൃദയം തകർന്നു. ഞാൻ ഇരിക്കുന്ന ഇടം മറന്നു. കണ്ണുനീരോടെ ഞാൻ എഴുന്നേറ്റു. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ എന്നെ താഴ്ത്തി. ദൈവമക്കളെ, നമ്മുടെ നിലവുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ നാളുകളായി നമ്മൾ കേൾക്കുന്ന അധികം ശ്രദ്ധയോടെ കാലിക്കൊള്ളുവാൻ ആവശ്യത പ്രായത്തിൽ പറയുന്നത് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാടും ആലോചനയും ദൈവം ഏത് സമയത്ത് എപ്പോൾ തരുന്നു അപ്പോൾ നമ്മൾ അത് വിനയപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മളെ അറിയുന്നവൻ ഒരുവനുണ്ട്, നമ്മുടെ നിലവുകളെ അറിയുന്നവരുണ്ട്, നമ്മളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ കരങ്ങളിൽ വിളിപ്പാൻ ആരുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ദൈവത്തിന് സ്തോത്രം. ആ നല്ല ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദവി ദൈവം കാണല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിനക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1000 നാവുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തെ കണ്ണിപ്പാൻ പോരാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. കാണാത്ത കാര്യത്തിന്റെ എബ്രായ ലേഖനം പറയുന്ന പോലെ ആശിക്കുന്നതിൻ്റെ ഉറപ്പോ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പോ, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു കാര്യം കാണുന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ കർത്താവ് സകലതും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്നത്തെ ആ രാത്രികാലം ആർപ്പോടെ കരഞ്ഞ് കണ്ണുനീരോടെ ഞാൻ എഴുന്നേറ്റു. എൻ്റെ നാണം, എൻ്റെ മാനം, എൻ്റെ ജാതി, എൻ്റെ കുലം, എൻ്റെ പാരമ്പര്യം, എൻ്റെ തറവാട് എല്ലാം വിട്ടു. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പാപിയാണ്, കർത്താവേ എന്നോട് മനസ്സറിയണം, എൻ്റെ പ്രിയപ്പെട്ടവനെ വിടുവിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പൂർണ്ണമായി ദൈവം തമ്പുരാൻ വിടുവിച്ചു. ആ സമയം ദൈവം വിടുവിച്ചു. 16 ദിവസം കൊണ്ട് വെള്ളം കുളിക്കാതെ കണ്ണു പോകാതെ കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു, വരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സകല ഭാരങ്ങളും മുറിയെ പറ്റിയ പാവം എന്നിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ
ദൈവം തമ്പുരാൻ വിടുവിച്ചു. യഹോവയുടെ കാലം കുറുകിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. വിടുവിപ്പാൻ ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ആശ്രയിക്കുവാനും ആശ്രയം വയ്ക്കുവാനും നമ്മുടെ ദൈവമല്ലാതെ മറ്റാരുമില്ല. ദൈവത്തിന് സ്തോത്രം. അതാ വീണ്ടും പറയുന്നു, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗവിളിക്കോഹരിക്കാരായുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. നാം സ്വീകരിച്ച് പറയുന്ന നമ്മുടെ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ശ്രദ്ധ അവിടെ ഒഴിപ്പോകരുതെന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു നോക്കണം. നമ്മളെ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങളെ മതിയായ ദൈവം, നമ്മളെ നടത്തുന്ന ദൈവം സകലത്തിൽ നല്ലവൻ. ഇത്രയും കാലം കൊണ്ട് തിന്മയ്ക്കായി എൻ്റെ കർത്താവ് എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് നന്മയ്ക്കായി തന്നെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ പറയാം, ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സ്ഥാനത്ത് എഴുന്നേറ്റു പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ചെന്ന് ഞാനിങ്ങനെ സാക്ഷി പറഞ്ഞു. എൻ്റെ നാണമെല്ലാം പോയി, എനിക്കൊരു നാണവുമില്ല. ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി. എൻ്റെ ദൈവമക്കളുടെ ഇടയിൽ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ നാളുകൾ ജീവിച്ചതിന് ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ജീവിച്ചാലും മരിച്ചാലും എൻ്റെ ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവമക്കളെ 42 വർഷമായി. എൻ്റെ 32ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിക്കാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അന്ന് തൊട്ട് ഇന്ന് വരെയും നന്മയ്ക്കല്ല തിന്മയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരുന്ന് എനിക്ക് 4 മക്കളുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങളും കൂടെ പറയട്ടെ. 4 മക്കൾ. പിന്നെ ഞാനൊരു പ്രഗ്നൻ്റായി. ആ പ്രസവത്തോടുകൂടി അന്ന് ആ 2 പിള്ളേർ അവന് ഒരെണ്ണത്തിനെ ഒരു ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞ് വന്ന് വീട്ടിൽ പ്രസവിച്ചു. ഒന്ന് വീട്ടിൽ, ഒന്ന് വയറ്റിൽ കിടക്കുക. അപ്പം അത് നമുക്ക് സഹോദരിമാർക്ക് അറിയാമല്ലോ, ഒന്നും പറയാതെ. അങ്ങനെ ആകപ്പാടെ പുള്ളി ഇങ്ങനെ ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചത് കൊണ്ട് മരുന്നിൽ ആശ്രയിക്കില്ല. മരിക്കുന്നവന് മനസ്സിലാശ്രയിക്കുന്നില്ല. അപ്പം വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പാർശ്വം എന്ന് പറഞ്ഞു, സാറേ ഇത് ദൈവനാമം ദുഷിക്കും, അതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു കമ്പനി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു, നല്ലൊരു ഡോക്ടർ, ഇവൻ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇപ്പം മരിച്ചുപോയി. ദൈവം ചെയ്ത ഉപകാരം എന്നാണ് പല ദൈവം നടത്തിയ വഴികളാണ്. ദൈവമക്കളെ കൊണ്ട് ചെന്നു എന്നെ കട്ടിലെ കയറ്റി കിടത്തി. അവർ പറഞ്ഞു, കൊച്ചുമില്ല, തള്ളയും മരിച്ചു. ഇല്ല, ഈ വണ്ടിയെ തന്നെ പോയി കുഴിവെട്ടിക്കോളാൻ പറഞ്ഞു. എന്നെ ഈ സംഭവം അറിയുന്ന ഇന്ന് ഇവിടെ അനേകരുണ്ട്. ഈ ഡാളസിലുണ്ട്, ന്യൂയോർക്കിലുണ്ട്, ഞങ്ങളെ അറിയുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുഴിവെട്ടാൻ പറഞ്ഞു. ഒരുപാട് പേര് അവിടെ കാണാൻ വന്നു. എസ്റ്റേറ്റ് ഒത്തിരി ആൾക്കാരും വന്നു. ഇങ്ങനെ ഞങ്ങൾ വന്നതല്ലേ. അപ്പം കുഴിവെട്ടിക്കോ മരിച്ചു പോയി. രണ്ടിനും ഒരു പോയി എന്ന് പറഞ്ഞു. പോയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ വിധിയെഴുതിയാൽ പിന്നെന്താ, ഒന്നുമില്ല. അപ്പം പുള്ളിയെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ കാണാനാണ് പെണ്ണിന് വേണമുണ്ട് എങ്കിൽ നീ തന്നെങ്കിൽ നിന്നെ ജീവനോടെ തന്നില്ല എങ്കിൽ ഈ ലോകം ജാതികളെ മധ്യ നീ വിളിച്ച് വേർതിരിച്ചെങ്കിൽ നിന്റെ നാമം ദുഷിക്കാൻ ഒരിക്കലും ഇവിടെ ആകരുത്, നീ തന്നേ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കിടക്കും. എനിക്ക് ഉള്ളിൽ ബോധമുണ്ട് 24 മണിക്കൂർ സമയത്തെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ, തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഹോസ്പിറ്റലിൽ. 24 മണിക്കൂർ വ്യത്യാസമുണ്ട് മക്കളെ, ദൈവമക്കളെ. അപ്പം ഞാനിങ്ങനെ കിടന്നപ്പം 118 സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നാക്കെടുത്ത് എനിക്ക് മിണ്ടാൻ വയ്യ, പറയാൻ വയ്യ, എങ്കിലും ഞാൻ ചത്ത തടി പോലെ തന്നെ കിടക്കുന്നു. അപ്പം 18 സങ്കീർത്തനം പറയാം, മരണഭാഷകൾ എന്നെ ചുറ്റി, പാതാള വേദന എന്നെ കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ എങ്ങനെ പറയും, ഇപ്പുറത്ത് പറയുന്നത് നീ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കുഴി വെട്ടാൻ പോയവർ കുഴി വെട്ടി, എൻ്റെ മുഖത്ത് വെള്ളത്തുണിയല്ലേ അവർ വലിച്ചിട്ട്, ആശുപത്രിക്കാരല്ലേ മരിച്ചുപോയി. അപ്പം ശവം കൊണ്ടുവരുന്ന നോക്കിയിരിക്കുക ഒരു കൂട്ടര്. അപ്പം ദൈവം ഒരു കൂട്ടത്തിൽ മരിച്ചെന്നിരിക്കുമ്പോൾ മരണത്തിൽ ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ വിടുതൽ എത്ര വലിയത്, അവൻ്റെ വിടുതൽ എത്ര നന്മ. ദൈവത്തിന് സ്തോത്രം. അന്ന് മരിച്ചു പോയെന്ന് പറഞ്ഞ് എൻ്റെ പെൺകുഞ്ഞാണ്. അവിടെ നിന്ന് കർത്താവിൻ്റെ പേരിലായിരിക്കും. IPCയിൽ അറിയപ്പെട്ട ഒരു ദൈവദാസനായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിൻ്റെ പേരിലായിരിക്കുന്നു. അന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ നാമം ഇവിടെയും വന്ന് ഉയർത്താൻ ഒക്കില്ല. അതാ പറഞ്ഞു, നീ മരിക്കയില്ല, ജീവനോടെ എൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നു. മറ്റാരുടെയുമല്ല. ഉപേക്ഷിച്ചപ്പോൾ സകലതും ഞാൻ ഉപേക്ഷിച്ചു. വിടേണ്ടതിനെ വിട്ടു, കാണേണ്ടവനെ കണ്ടു. ആഹാരം ഇങ്ങനെ പറയുന്നുണ്ട്. മരുഭൂമിയിൽ, ദേശാറ മരുഭൂമിയിൽ അവിടെ വെച്ചാണ് കണ്ണു തുറക്കുന്നത്, കാണേണ്ടവനെ കാണുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവം മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. ദൈവത്താൽ അസാധ്യമായത് ഒരു കാര്യമില്ല. നിങ്ങളാൽ കഴിയാത്ത കാര്യം എനിക്ക് കൊണ്ടുവരേണ്ട കർത്താവ്.
നമ്മൾ കഴിയാത്ത കാര്യം അങ്ങോട്ട് കൊണ്ടുപോയിപ്പിക്കുക, ദൈവം ചെയ്തോളൂ. ഒരു കാര്യത്തിനല്ല, സകല കാര്യത്തിനും. അതങ്ങനെ എനിക്ക് ജീവൻ ദൈവം തന്നു. അവിടെ കർത്താവ് അങ്ങനെ ജീവിച്ചു. വീണ്ടും വന്നു, ഞാൻ സ്നാനപ്പെട്ടു, വീട്ടിലെന്നെ കയറ്റുകയല്ലാതായി, വീട്ടുകാരെന്നെ വെറുത്തു, എന്നെ ആരും കേട്ടത്തില്ല. ഏതാണ്ടൊരു അഴുക്ക് വസ്തു അവരെന്നെ കണ്ടതുപോലെ വീട്ടിൽ നിന്നെ പുറന്തള്ളി. എന്നാലും ഞാൻ അധൈര്യപ്പെട്ടില്ല, ഞാൻ ഭാരപ്പെട്ടില്ല. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ എന്താണ് ചഞ്ചലപ്പെടുന്നത്? ഈ ലോകത്തിൽ മാതാപിതാക്കൾ മറന്നുപോകും, സഹോദരങ്ങളും എല്ലാം നീങ്ങിപ്പോകും. എന്നാൽ മാറാത്ത ഒരുവൻ മാത്രം, നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയുള്ളപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. ദൈവജനം പറയുന്നത് മനുഷ്യരെന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ വന്ന ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും കഴിഞ്ഞു. സ്നാനപ്പെട്ട് വീട്ടുകാരെ ഉപദ്രവം, നാട്ടുകാര്, ജാതിക്കാര്, സ്വജാതിക്കാര് എന്ന് വേണ്ട എല്ലാവരും വേണം. ഇവള് ഇങ്ങനെ ആയാലും നമ്മുടെ കുലത്തിനും കൂടെ നാശമായിരുന്നായി. എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ദൈവം കൈവിട്ടില്ല. ആ മനുഷ്യരെല്ലാവരും കൈവിടും, ദൈവം കൈവിടത്തില്ല. ദൈവമക്കളെ, നമ്മൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്. നമ്മൾ കരഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ നിലവിളി കേട്ട് നമ്മളെ നിർത്തുന്നൊരു ദൈവമാണ്. അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 35-ാം വാക്യം വരുമ്പോൾ കർത്താവ് എരിഹോവിൽ കൂടി കടന്നുപോയി. അവിടെ ഒരു കുരുടനുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കാമായിരുന്നു. കേട്ടവർ ചോദിച്ചു എന്തുവാ പോകുന്നത്? കർത്താവ് യേശു പോകുന്നു പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ നിലവിളിച്ചു, ദാവീദ് പുത്രാ യേശുവേ എന്നോട് കരുണ ഉണ്ടാകണമെന്ന്. പക്ഷെങ്കിൽ കൂടെ നടന്നവർ അവനെ ശാസിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ നടക്കുന്നത് നമ്മളെ ശാസിക്കും, കണക്കാക്കരുത്, മുന്നോട്ട് വെക്കോണം. വീണ്ടും അവൻ കരഞ്ഞു, ദാവീദ് പുത്രാ യേശുവേ എന്നോട് കരുണ ഉണ്ടാകണമെന്ന്. കരഞ്ഞപ്പോൾ കണ്ണുനീരിന് മുമ്പാകെ നിന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്. ഈ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾക്കൊരു കാഴ്ച ആവശ്യമാണ്. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ചോദിച്ചു മേടിക്കണം, ഒരു കാഴ്ച ആവശ്യമാണ്. കാഴ്ചയിൽ ദൈവസന്നിധി ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവങ്ങളെ, നമ്മൾ ദൈവസന്നിധി നമ്മളാകേണ്ട പോലെ ആയി തീർന്നില്ലെങ്കിൽ, അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, ആശിക്കുന്നതിനെതിരായി അബ്രഹാം ആശിച്ചു. ആശിക്കുന്നതിനെതിരായി പിന്നെയും ആശിച്ചെന്ന ആശിച്ച കാര്യത്തിൽ ദൈവം മറുപടി നൽകിയെന്ന ദൈവം. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ വെക്കുന്നോ ദൈവം നമുക്ക് തരാതിരിക്കത്തില്ല. അത് ഞാൻ അനുഭവസ്ഥ അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ഇത്രയും ജീവിതത്തിലെ 42 വർഷം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ചു. ഇത്രത്തോളം നടത്തി എന്നെ. 6 മാസം ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ 27 വർഷം ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി 27 വർഷം നടത്തി. 6 മാസം ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു. 27 വർഷം എൻ്റെ കർത്താവ് ആയുസ് ആരോഗ്യത്തോടെ ദൈവം നടത്തി. കഴിഞ്ഞ 1996 ജൂലൈ 22-ാം തീയതി താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവം ഇത്രത്തോളം എന്നെ നടത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിന്നെയും ഈ അനുഭവത്തിൽ കൂടിയൊക്കെ കടന്നു വന്നെങ്കിലും ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥന ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അന്ന് എന്നോട് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് വലിയൊരു കഷ്ടത വരുന്നു, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രാത്രി 1-1:30 മണിയേക്കാൾ ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എനിക്ക് സഹിക്കാനുള്ളതായിട്ട് എനിക്ക് തരാവുള്ളൂ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. കഷ്ടത്തിൽ കൂടെയാണ് കടന്നു വരുന്നത്, അനർത്ഥത്തിൽ കൂടെയാണ് കടന്നു വരുന്നത്. രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രശ്നമുണ്ട്, കഷ്ടങ്ങളുണ്ട്, പരിഹാസമുണ്ട്, നിന്ദയുണ്ട്, ദൂഷികളുണ്ട്. ഇതെല്ലാം ജീവിതത്തിലുണ്ട്. അതൊക്കെ തരണം ചെയ്ത് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞു സഹിക്കാനുള്ള കൃപ. അത് മാത്രമേ ഞാൻ ചോദിക്കൂ. ആ പറഞ്ഞതിൻ്റെ ആ സമയം പിറ്റേ ദിവസം ആ സമയത്ത് ഞങ്ങളൊരു കത്തോലിക്കാരുടെ വീട്ടിൽ പോയി വരുവാൻ വിശേഷം പറയാൻ ചെന്ന് പോകുന്നവരെ എൻ്റെ വഴിക്ക് വെച്ച് പാമ്പ് കടിച്ചു. നല്ലൊരു മൂർഖൻ പാമ്പാണ് കടിച്ചത്. ഒടുവിൽ കർത്താവ് പറഞ്ഞല്ലോ എനിക്ക് സഹിക്കാനുള്ള കൃപ തന്നാൽ മതി എന്ന്. ഞങ്ങൾ എൻ്റെ മോനും അവനിപ്പം വേറിലുണ്ട്, 3-ാമത്തെ മോന്. അവനും ഞങ്ങൾ 2 കൂടി എല്ലാവരും കൂടി ഇങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. വന്നു പാമ്പിൻ്റെ നടക്ക് കാലെടുത്ത് വെച്ച് അതിനെ കടിച്ചു. ഒടുവിൽ ഞാൻ എൻ്റെ കാലിൽ ചുറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്നു, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, എന്നോട് പറ്റിയിരിക്കാൻ വിടുവിക്കും. ആ വിടുതലിൻ്റെ വചനം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ എൻ്റെ കാലുകളെ അമക്കി പിടിച്ചോണ്ടിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോയപ്പോൾ അപ്പനും മോനും കൂടെ കയറി വന്ന് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെ കാലിലൊരു പുഴു കടിച്ചെന്ന്. അവിടെ തോട്ടപ്പുഴുണ്ട് അഴുക്ക്. അപ്പം ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഇത് തലയിൽ പൊക്കി പത്തി മിരിച്ച് നിൽക്കുക. അപ്പം ചെയ്ത് നല്ല പുഴുവാണല്ലോ കടിച്ചെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കൊരു ഒപ്പറാളെന്ന് വിഷകാരൻ്റെ ഇരിക്കെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. എന്നാന്ന് ചോദിച്ചാൽ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എനിക്ക് സഹിക്കാനുള്ള കൃപ തന്നാൽ മതിയെന്ന്. ദൈവം തരുമെന്ന് എനിക്കറിയാം. അത്രയും മരണത്തെ കുഴിവെട്ടി എന്നെ ജീവിപ്പിച്ചെങ്കിൽ ഇത് വേണ്ട ദൈവം എന്നെ ജീവിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണുന്ന ആരുടെയും ഹൃദയത്തിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് ആരുടെ ഹൃദയത്തിൽ വീടരുത്. നമ്മൾ വിശ്വസിക്കുക. വിശ്വസിച്ചാലേ മഹത്വം കാണത്തുള്ളൂ.
നാല് ദിവസവും നാട്ടിൻ വെച്ച രാസരെ പുറത്തു കൊണ്ടിരാൻ കഴിവുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. നമുക്കും തരും. ഇതൊരാൾക്ക് പങ്കല്ല. നമ്മുടെ ദൈവം നമ്മൾ പ്രാർത്ഥിച്ച ദൈവം തരും. ആ ദൈവത്തോടെ നമ്മൾ അപേക്ഷിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു ചെയ്യും, എനിക്ക് തരും, എനിക്കറിയാം, ചാകത്തില്ലെന്ന് എനിക്കറിയാം, മരിക്കാനാണ് ഞാൻ മരിച്ചേനെ, ചത്തില്ല. അപ്പം ഒന്നും ചെയ്തില്ല, പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആ സംഭവം അറിയാവുന്ന ഈ ചിക്കാഗോ ഒരു കൊച്ചുണ്ട്, ഞങ്ങളുടെ എൻ്റെ രണ്ടാമത്തെ മോളെ പിന്നെ നമ്മുടെ ചേട്ടത്തിയുടെ മോനെ. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആരെയൊന്നും പരിചയപ്പെടുത്തുന്നില്ല, എല്ലാവരും എന്നെ അറിയാവുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ നിന്നും ദൈവം എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ മരിച്ചില്ല. ഇന്നേക്ക് 24 വർഷമായി, ഇതുവരെ ചത്തില്ല, ഇനി മരിക്കത്തുമില്ല. അതുപോലെ തന്നെ വേറൊരു അവസ്ഥയും എൻ്റെ ജീവിതത്തിലുണ്ടായി. ഒരു ദിവസം ഈ പറഞ്ഞവരുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവുക. ഞാനും 4 തമിഴ്ക്കാരും പെണ്ണുങ്ങളും. ഞാൻ ഒത്തിരി ആത്മാക്കളെ ദൈവം തന്നു, ഒരുപാട് പേരെ ദൈവം തന്നു. ആത്മാക്കളെ കൊണ്ട് ദൈവം തന്നത് നമ്മുടെ കഴിവല്ല. അപ്പം ഇങ്ങനെ 3-5 പെണ്ണുങ്ങളും ഞാനും എൻ്റെ ഇളയ മോൻ 1.5 വയസ്സേ ഉള്ളൂ, 1-2 വയസ്സുണ്ട്. അവനും ഞങ്ങൾ 2-4-6 പേര് ചെങ്ങാടം മുള കെട്ടുന്നു. മുളച്ചെങ്ങാട് അറിയാമോ? എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാവുന്നു. മുള കൊണ്ട് ചെങ്ങാടം കെട്ടുന്നു പെരിയാറ്റിൽ കൂടെ. അത് കമ്പി ഇട്ടിട്ട് കമ്പി അടിങ്ങനെ വലിച്ചാൽ വിടുന്നത് ചെങ്ങാടം. അപ്പോൾ ഒരു കത്തോലിക്കാരനൊരു അച്ചായൻ അവിടെ ചെങ്ങാടം വിടുന്നു. ചെന്ന് പറയോ, സാറേ ഇപ്പം പോകാനൊക്കത്തില്ല, ചിലപ്പം പിന്നെ മുല്ലപ്പറിയാലാണ് പൊട്ടാറായി കിടക്കുക, അതുപോലെ കാറും കോളും ഒക്കെ ഉണ്ട്, പിന്നെ ഉരുള് പൊട്ടി വരും, വെള്ളം വരും, ഞാൻ പിന്നെ ആറ്റിനക്കരേക്കിന് വിടും. അന്നേരം അങ്ങോട്ട് പോകുമൊന്നുമില്ല. അന്നേരം പറഞ്ഞു ഏതായാലും ഇവിടെ ഇങ്ങോട്ടത്തെ കാര്യം പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ പോയി പ്രാർത്ഥനയ്ക്ക് പോയി. അന്നത്തെ പ്രാർത്ഥനയല്ലേ, 10-10:30 പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം ചാറ്റ മഴ പെയ്തു, പിന്നെ വലിയ ഭയങ്കര ഇടിയും മഴയായി. അങ്ങനെ മഴയായി. മഴ കൊണ്ട് അവിടെയൊക്കെ വെള്ളം വന്നാൽ ഉരുള് പൊട്ടും. മലമ്പ്രദേശമാണ്. 10-11 അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഒരു തരത്തിൽ ഇക്കര കയറാൻ വയ്യ. ഉരുള് പൊട്ടി കല്ലും മണ്ണും തടിയും അങ്ങനെ ഇറങ്ങി വരിക, വെള്ളമാണ്. ഞങ്ങൾക്ക് അക്കരെ പോവുകയും വേണം. എൻ്റെ കയ്യിൽ 2 വയസ്സായിരുന്നു കുഞ്ഞ്. വേറെ 4 തമിഴ്ക്കാരി പെണ്ണുങ്ങൾ വിശ്വാസികളാണ്. ചെങ്ങാടത്തെ കയറി. ഇയാൾ പകുതി വഴി വന്നു. മേശ്രി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആറ്റിൻ്റെ പകുതി വന്നോട്ടെ പുള്ളിയുടെ കൈ തെറ്റിയിട്ട് പുള്ളി വെള്ളത്തിനകത്ത് പോയി. ഞങ്ങൾ ചെങ്ങാടത്തെ 12 മുളയാണ് കെട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് ഈ ചെങ്ങാടത്തെ പുള്ളി വീണത് പോലെ കാല് കൊണ്ട് ഒറ്റത്തള നേരെ കാറിൻ്റെ നടുക്കോട്ട് വന്നു. വെള്ളത്തിൽ കൂടെ ഒഴുകുക. ഈ പെണ്ണുങ്ങൾ തന്നെ കിടന്ന് അവരുടെ തമിഴിൽ എന്തെല്ലാം ചീത്ത വിളിക്കാതെല്ലാം അവരുടെ ചീത്ത വിളിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് വന്ന് കൊല്ലാനാണോ എന്നൊക്കെ പേര്. ഞാൻ എന്തോ പറയാനോ, ഞാൻ ഒന്നും അനങ്ങാൻ നിൽക്കുക. എനിക്കത് അവരത് ഇരിക്കുറവുമില്ല. കർത്താവെ, നീ മരിക്കേണ്ട പല അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്നില്ല. ഇതിൽ ഞാൻ ചാകത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കരുവളം നിന്നെ മുക്കി കളയത്തില്ല, നിന്നെ കവിഞ്ഞു പോകത്തൂല്ല. കർത്താവിൻ്റെ വചനമുണ്ട്, ഒരിക്കലും മുക്കിക്കളയത്തില്ല. അങ്ങനെ മുക്കിക്കളഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നടന്നു വരുന്നത്? ഈ ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു, സഹോദരിമാരെ, നിങ്ങൾ ഒന്നും അനങ്ങാതിരിക്കും, ഒന്നും വരത്തില്ല. അപ്പം ഈ തമിഴ് ചീത്ത എന്നെ വിളിക്കുന്നത്. എന്താ ചീത്തയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഒത്തിരി ചീത്ത വിളിച്ചെന്നെ. ഞാൻ അനങ്ങിയില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒന്നേ കൊണ്ട് ഓരോ അമ്മച്ചി പറഞ്ഞതുപോലെ മോടെ വീട്ടിൽ പോകാൻ ഒരുങ്ങി. കപ്പലെ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ മുങ്ങിപ്പോയാൽ ഭൂമിയിലാകുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ ഇല്ല. ഏതായാലും വേണ്ടുകയില്ല. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ കിലോമീറ്ററോളം അങ്ങനെ ഇരുന്ന് ഈ 8-12 മുളയും 4 മുളയും പോയി. പിന്നെ 8 ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ 4 മുളയിൽ അവസാനിച്ച് കയറ് മഴ എല്ലാം വെള്ളത്തള്ളൽ കൊണ്ട് പൊട്ടിപ്പോയി. എല്ലാം കയറ് എന്താ ചെയ്യാനാ? അങ്ങനെ ഒഴുകൂടെ ഈ പാണ്ടിക്കാർ ഈ തടി പിടിക്കാൻ വരും. വീട്ടുതടി തേക്കും തടിയൊക്കെ വെള്ളം പൊങ്ങി വരുമ്പോൾ. അപ്പം ഇവർ പറഞ്ഞു, 10-12 പേരുണ്ട്, 5-6 പേരുണ്ട്, ഞങ്ങൾ ഇനി പോവുക മതി. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞില്ല, ഇനി നല്ല തടി വരും, അത് പിടിക്കാന്ന് പറഞ്ഞ് 4 പേര് അവിടെ നിന്ന്. അപ്പോൾ വരുമ്പോൾ ആരാ ഈ നാട്ടുകടി ആരാ ചെല്ലും? ഞങ്ങൾ ഒരു കടകളിൽ ചെല്ലുക 4-5 എണ്ണം. അപ്പോൾ ഈ തടി പിടിക്കുന്ന വടകിട്ടാ തടി പിടിക്കുന്നത് അവരേതായാലും വേണ്ടുകയില്ല. അപ്പോൾ ഒരു പാണ്ടിക്കാരൻ പറഞ്ഞു, ആമ ഇത് നല്ല തടി താനെ, പെമ്പിളകൾ താനെ പെണ്ണുങ്ങളെ വരുന്ന ഒടുവില് ദൈവം പറഞ്ഞു, പെരുവെള്ളം നിന്നെ മുക്കിക്കളയത്തില്ലെന്ന്. അവർ ഞങ്ങളെ പിടിച്ച് കയറ്റി. ഇന്നും ഇവിടെ നിന്ന് നിങ്ങളോട് ഈ കാര്യം പറയാൻ ദൈവം എന്നെ വിലപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എന്നെ മരണത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിവുള്ള ദൈവം യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഒരുത്തരാലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ സർവശക്തനായ ദൈവം, കർത്താവില്ലാതെ ഒരു ദൈവമല്ല ദൈവമക്കളെ, ഒരു ദൈവവുമില്ല. അത് ഉറച്ച് വിശ്വസിച്ചറിഞ്ഞാൽ രുചിച്ചറിഞ്ഞത്. അത് പറയുന്നു, കണ്ണുകൊണ്ട് കണ്ടത്, കൈ കൊണ്ട് തൊട്ടത്, വാ കൊണ്ട് രുചിച്ചത്. അപ്പോസ്തലന്മാർ പറയുന്ന പോലെ നമ്മളും അങ്ങനെ രുചിച്ചറിയണം.
ദൈവം നല്ലവനെ രുചിച്ചറിയണം. ആ ദൈവം എന്നോളം നടത്തി. എന്നിട്ട് ഞങ്ങൾ താമസിച്ചത് എൻ്റെ അമ്മാച്ചൻ്റെ മോനവിടുത്തെ മാനിയർ, 10 സ്റ്റേറ്റിൻ്റെ മാനിയർ, അയാൾ കോട്ടയക്കാരനാണ്, യാതെന്ന് പറയും. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, നിന്റെ ഈ ദൈവത്തെ തള്ളി പറഞ്ഞില്ലെങ്കിൽ നിന്നെ കാണുന്ന ഈ കൂലിക്കാരൻ അല്ലെ വേലക്കാരൻ ജോലിക്കാരൻ അവരുടെ വിടുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇത് നിന്റെ യേശുവിനെ തള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും വിടുമെന്ന് പറഞ്ഞു. ഈ ഭൂമി ഇതിൻ്റെ അഖിലാണ്ടം മുഴുവനും സൃഷ്ടിച്ച എൻ്റെ ദൈവം ഒരു വീടിന് വേണ്ടി ഞാൻ തള്ളി പറയത്തില്ല. ഇത് മുഴുവനും കഴിയാൻ എൻ്റെ കർത്താവ് കഴിയും. ഈ സ്ഥാനത്ത് ഞാൻ എങ്ങനെ വന്നു? എൻ്റെ കർത്താവിൽ എന്നെ അയച്ചത്. ഒന്നുമില്ലായെങ്കിൽ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ്, എൻ്റെ കർത്താവിന് ഒരു വീടിന് വേണ്ടി ഞാൻ തള്ളി പറഞ്ഞില്ല. അവിടുന്ന് അതിൽ വേലക്കാരെ നിർത്തിയെല്ലാം വലിച്ചു കാര്യം കേട്ടു. ഞങ്ങൾ കൂലിക്കാർ താമസിക്കുന്ന ദൈവം എന്ന് പറയും, അവിടെ പോയി താമസിച്ചു. എങ്കിലും ഒരു കാര്യം അവിടെ ചെയ്തു, ഒരു മുറിയിൽ അടുക്കളയൊന്നും ബോംബെയിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഇച്ചിരിയേ ഉള്ളൂ, ഒരു അടുക്ക വെക്കാനേ ഉള്ളൂ. അവിടെ ഞങ്ങളെ ആക്കി. ഞങ്ങൾ 4-5 മക്കൾ. അന്ന് എനിക്ക് 6 പേരുണ്ട്. 6 മക്കൾ. 6 മക്കളും അപ്പാനും അമ്മ. ഒരു തിണ്ണേ ഉള്ളൂ. ഒരു കാര്യം ചെയ്തു, അതിൻ്റെ തിണ്ണയ്ക്ക് കുറേ തടിയെല്ലാം കൊണ്ട് പിന്നെ തടി കീറി വലിച്ചു കെട്ടി ആരെയും പാർശ്വന്മാർ വന്നാൽ കിടക്കാൻ അവർക്ക് അവിടെ ഒതുക്കി. എന്നിട്ട് ഈ 6 മക്കളും അപ്പനും അമ്മയുടെ കട്ടിൽ നിരത്തിയിട്ടിട്ട് ഞങ്ങൾ അവിടെ കിടക്കും. അങ്ങനെ വർഷങ്ങളോട് ഞങ്ങൾ അവിടെ കിടന്നു. ഞങ്ങളുടെ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എന്നാൽ അവിടെ ദൈവം വിടുവിച്ചു. അവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, കഷ്ടത്തിലായി എനിക്ക് ഏറെ ഗുണമായി എന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടെ വലിച്ചറിഞ്ഞ് ഒത്തിരി നല്ലതായി. അതുകൊണ്ട് ദൈവം അവിടെ ഒരുപാട് ആത്മാക്കളെ ദൈവം തന്നു. ആ സ്ഥാനം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണ്. അവരെ കാര്യം വീട്ടിൽ പിന്നെ ഞാൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് അങ്ങനെ താമസിച്ചു. പിന്നെ വീണ്ടും വേറെ പിന്നെ കോട്ടയംകാരൻ കുട്ടപ്പൻ സൂപ്പർ അങ്ങനെ മനച്ചപ്പിനാണ് പുള്ളി വന്നപ്പോൾ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പം പണ്ടത്തെ ഉപരിയായിട്ട് നല്ല വീട് നല്ല സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു. അത് വേറൊരു പോക്ക്. അങ്ങനെ അവിടെ താമസിച്ചു. ആ ദേശത്ത് ദൈവം അനേക ജീവിതങ്ങളെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ആരുടെ അരിക്കലെല്ലാം പോയി ദൈവനാമം പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം ആരെയും ദൈവം തരാതിരിക്കുന്നത്. ഈ നാമം പറഞ്ഞു പോയി ദൈവമക്കളെ ഒത്തിരി പ്രശ്നങ്ങളും പരിഹാസങ്ങളും ദുഷികളും ഇന്നുകളൊക്കെ സഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഈ ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രം കരുതി. ഒരു ഈഴവൻ്റെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞപ്പോൾ കോഴി വെട്ടി കയറി ഏറെ കൊണ്ടില്ല. എങ്കിൽ തന്നെയും ഒരു സുപ്രഭാതത്തിൽ ദൈവം അവരെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ സഭയിലുണ്ട് അങ്ങനെ അനേകരെ ദൈവം ഈ രക്ഷയുടെ മാർഗത്തിൽ കൂടി. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ദൈവം എന്തെന്ന് വെച്ചാൽ നല്ല ദൈവം, വിശ്വസ്തനായ ദൈവം. അപ്പം ഞാൻ അനേകരോട് പോയി പ്രിയപ്പെട്ട പോയിട്ട് പറഞ്ഞാൽ ഗൾഫിൻ്റെ പ്രദേശത്ത് പല സ്ഥാനത്തിനും ദൈവം എന്നെ വിട്ടിട്ടുണ്ട്. എന്നാൽ വിട്ടിടത്തൊക്കെ ദൈവം അതിന് പ്രതിഫലം തന്നിട്ടുണ്ട്. ദൈവം നമ്മുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കാരണം, അവൻ്റെ കൃപ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന് ദൈവത്തിൽ വായിക്കുന്ന പോലെ ഈ ദൈവം എത്ര നല്ലവനാണ്. ഈ ദൈവത്തെ രുചിച്ചറിയാൻ പറ്റിയ ഭാഗ്യത്തിന് എന്തെല്ലാം കൊടുത്താലും കോടി സ്വത്രം പറഞ്ഞാലും മതിയാകത്തില്ല. ദൈവം അത്ര നല്ലവൻ. എന്താ പറഞ്ഞാലും എനിക്ക് എൻ്റെ കർത്താവിനെ ഉയർത്തി കാണിക്കാനല്ലെന്ന് മറ്റൊന്നും കാണില്ല. അതാ പറഞ്ഞ മത്തായി സുവിശേഷത്തിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തതിനെ കൊണ്ട് രുചി വരുത്താം. നമ്മൾ ദൈവമക്കളും മറ്റുള്ളവർക്ക് നമ്മൾ രുചി പകരണം. നമ്മൾ അനുഭവിച്ച സന്തോഷം നമ്മൾ പറയണം. അത് രുചി പകരണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഗുണമില്ലാതെ പോയി ചവിട്ടിക്കളയാനേ ഉള്ളത്. രണ്ടാമത് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം നമുക്ക് മാത്രം ഒരു വിളക്ക ചമ്മ മാത്രം അത് വെച്ചാൽ മതി, പോരാ. അത് അനേകർക്ക് പ്രകാശിക്കണം. ഭവനത്തിലുള്ളവർക്ക് മാത്രമല്ല, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ് പറയുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചു. വെളിച്ചമായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈ അനേകർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അതുകൊണ്ട് കേട്ടത് ശ്രദ്ധയോടെ കരുതണം. ഒരു കരുതലില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. പൂർണ്ണ പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതുമായ കർത്താവിനെ നോട്ടമുണ്ടോടെ വിശ്വാസത്തോടെ നോക്കണം. വിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വസിച്ചാലേ മഹത്വം കാണത്തുള്ളൂ. ഈ ഇരിക്കുന്ന ഒരാളിലാണെങ്കിലും ഇങ്ങനെ ഈ നല്ല കർത്താവിനെ ഇത്രത്തോളം നല്ല രുചിച്ചറിയണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് ഈ രാത്രികാലം ദൈവം എത്ര നല്ലവൻ, എത്ര വിശ്വസ്തൻ. ഞാൻ അനേകരോട് പറയും എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എടി അവർക്ക് നല്ല സ്വത്തുള്ളവരാണ്, സ്വത്തുന്നവരൊക്കെ ഇപ്പം പറയുന്നില്ല, എന്നാലും നിനക്ക് ഞാൻ വീട് വെച്ചത് 10 ഏക്കർ സ്ഥലവും തരാം, അവർ കുമ്പളിലാണ് താമസിക്കുന്നത്, നീ ഇതിനെ വിട്ടേച്ച് വരാൻ പറഞ്ഞു. ഇതിനെയാണ് എൻ്റെ കർത്താവിന്. ഒരു കാലവും നടക്കത്തില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 10 ഏക്കറും വേണ്ട, എനിക്ക് വീടും വേണ്ട. എൻ്റെ കർത്താവ് എത്ര അത്ഭുതമായിട്ട് നടത്തുന്നു. അന്ന് ഒന്നുമില്ലായ്മ ഉണ്ടായിരുന്നു എല്ലാം പോയി. ഒന്നുമില്ലായ്മ എത്രത്തോളം കൊണ്ടുവന്ന കർത്താവ് എത്ര നല്ലവൻ, എത്ര വിശ്വസ്തൻ, എത്ര മാറാത്തവൻ, നമ്മളെ കരുതുന്നവൻ,
നമ്മളെ കാക്കുന്നവൻ, നമുക്ക് മതിയായ ദൈവം. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എന്നും വഴക്കുണ്ടാക്കാൻ വീട്ടിൽ വരും. പുള്ളിക്ക് നല്ല സൗകര്യമൊക്കെ ഉള്ളിടത്ത്. എങ്കിലും അന്ന് തീ കോരിയിട്ട അമ്മ ദൈവകൃപയാൽ ദൈവസന്നിധിയിൽ ഞാൻ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു മറുപടി ആരോടും പറയില്ല, ഇപ്പം പറയത്തില്ല. അമ്മ എന്തെല്ലാം ചെയ്താലും ഞാനൊന്നും പറയത്തില്ല. ഒടുവിൽ അവരെ തകടുമൊക്കെ ഊതി കെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഇതിന് മാറാനായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ സ്നാനപ്പെട്ടോ? വിട്ടു. അപ്പോൾ ഞാൻ ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പോഴാണ് എന്നോട്, നീ സ്നാനപ്പെട്ടു. നീ എവിടെ പോവുക? ഞാൻ പറഞ്ഞ ഉപവാസ പ്രാർത്ഥനയാണ് പോവുക. ഓ, പട്ടിണി കിടന്നാണോ മുത്തി നേടുന്നത്? ഈ പട്ടിണി എന്തിനാണ്? നിന്റെ ദൈവം എങ്ങനെയുള്ളതാണ്? ഞാൻ ചോദിച്ചപ്പോൾ തിരിച്ച് എന്നോട് ചോദിച്ചു. ഞാനൊന്നും വിട്ടിയില്ല. ഒടുവിൽ ആ കൊണ്ടുവന്ന സാധനം ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി പ്രാർത്ഥനയ്ക്ക്. ഞങ്ങളുടെ സഭയിലൊന്ന് വേവിച്ചൻ പറഞ്ഞ ഉപദേശിയായിരിക്കുന്നു. പുള്ളിക്ക് തീരെ ചിലപ്പോൾ എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ. ഞാൻ പറഞ്ഞു, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അന്നേരം പറഞ്ഞു, അമ്മച്ചി വരുന്നുണ്ട്, അതിനെ കാണിക്കും നിന്നോട് പറഞ്ഞു. ഏതായാലും ഗുരുത്തം പോലെ 3-ാമത്തെ ദിവസം 5 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ കയ്യിൽ സംഗതി ഇങ്ങനെ ഇരിക്കുന്നിടം വരെ ദൈവാത്മാവ് കാണിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല ചുമ്മാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അമ്മ കള്ളം പറയരുത്, സത്യം പറയുവാണെങ്കിൽ എന്നോട് പറ, സത്യം പറയണമെന്ന് പറഞ്ഞു. ഇന്ന പോലെ സംഗതി കൊണ്ട് നിന്നടുത്ത് വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം ഒത്തിരി നേരം എന്നോട് മിണ്ടാതിരുന്നു ചോദിച്ചു, നിന്നോട് ഇതാര് പറഞ്ഞു? ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം, അവൻ്റെ മുൻപായി ഒന്നും മറവായിട്ടില്ല, സകലവും നക്തവും മലർമ്മമായി കിടക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അമ്മ ഇത് കയ്യിൽ നിന്ന് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. മോളെ, അപ്പോൾ ഇങ്ങനെ ഞാൻ കൊണ്ടുവന്നു. ആ അമ്മ അന്ന് ഞാൻ എൻ്റെ ദൈവാത്മാവ് എന്നെ അത് കാണിച്ചത് കൊണ്ട് അത്രയും ക്രൂരകൃത്യം ചെയ്ത അമ്മ ചെയ്തതൊന്നും പറഞ്ഞാൽ തീരത്തില്ല. എന്നെയും അതുപോലെ തന്നെ ചെയ്തു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെയ്തതിന് ഉപരിയായിട്ട് ഞാനും അനുഭവിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അമ്മയിൽ നിന്ന് അനുഭവിച്ചു. ഒടുവിൽ ആ അമ്മയും രക്ഷയുടെ മാർഗത്തിൽ കടന്നു. ആ ദൈവം എത്ര നല്ലവനാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ആൺമക്കളുടെ കൂട്ടത്തിൽ ആ തള്ളമാർ നിൽക്കത്തുള്ളൂ. അവർ പണ്ടത്തെ കാലത്തെ ഒരു നേഴ്സോ നല്ല ജോലിക്കാരി, നല്ല പഠിത്തം വിദ്യാഭ്യാസമൊക്കെ ഉള്ള അമ്മയാണ് എൻ്റെ അമ്മ. നിസ്സാരക്കാരൊന്നുമില്ല. അപ്പോൾ ഈ അമ്മ മോനോട് വിളിച്ചു പറഞ്ഞു, പുള്ളിയോട് പറഞ്ഞു, എൻ്റെ ആങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ 9 മക്കൾ, ഞാൻ 9ാമത്തേതാണ്. അന്നേരം പറഞ്ഞു, എടാ മോനെ, ഞാൻ മരിക്കും. മരിച്ചാൽ യാതൊരു കർമ്മങ്ങളും എനിക്ക് ചെയ്യരുത്. ജീവിക്കുന്ന ഒരു യേശു ദൈവമക്കളെ. പിന്നെ എനിക്കൊരു മനസ്സിലാവുള്ളൂ, സ്നാനപ്പെടാൻ ഒത്തില്ല, അഭിപ്രായമായി പോയായിരുന്നു. എങ്കിലും ഞാൻ മരിച്ചാൽ അക്കരെ കാണുന്ന മത്തായി എന്നും ചാക്കോ എന്നും പറഞ്ഞ വീട്ടിൽ കിട്ടുന്നവരല്ല, അവരെ വിളിച്ച്, മത്തായി ഭാഷ വിളിച്ച്, ദൈവമക്കളെ വിളിച്ച് അവരുടെ സെമിത്തേരി കൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തെൻ്റെ അമ്മ. എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. പാട്ടാതെ ഒരു കഥ പറയുന്നു, റോമർ 5 പറയുന്നു, കഷ്ടത സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. വീണ്ടും പൗലോസ് പറഞ്ഞു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഇപ്പത്തിന് സ്തോത്രം. എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ കിട്ടി. ഇന്ന് വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞു, ഒരു കൂട്ടം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നത്, ഞങ്ങളേറെ പോലെ താമസിക്കുന്നത്. അപ്പം എന്നെ വീട്ടിലൊന്നും കേട്ടത്തില്ല. ഞങ്ങൾക്ക് വർഷങ്ങളായി. അപ്പം എൻ്റെ മോനെ, 2ാമത്തെ മോൻ കരുവാറ്റായിലെ ബൈബിൾ കോളേജിൽ പഠിച്ചു വന്നപ്പം മുണ്ടാക്കായത്ത് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷൻ അവൻ പ്രസംഗിച്ചു. അപ്പോൾ ഇവനിങ്ങനെ പ്രസംഗിച്ചു, ഞങ്ങളിങ്ങനെ വന്നവരെന്നൊക്കെ അനുശേഷം പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, നിന്റെ വല്യച്ഛൻ ഇതുപോലെ സുഖമില്ലാതെ കിടക്കുക, 2 വർഷത്തോളമായി കിടക്കുക, വയറ്റുവേദനയാണ്. അതുകൊണ്ട് നിന്റെ പാസ്റ്റർ അപ്പച്ചനും അമ്മച്ചും പോയി കാണാൻ പറയാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരും ഒരു ശനിയാഴ്ച അവിടെ ചെല്ലുന്നു. ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ കയറ്റിയിട്ട് വലിയ വീടുമൊക്കെ, അവർക്ക് ഇഷ്ടം പോലെ മുറികളുണ്ട്, സ്വത്തുമുണ്ട്, എല്ലാം ഉണ്ട്. അത് അവർ വീട്ടിൽ കയറ്റി ചെന്നപ്പം ഈ സാധാരണക്കാർ വീട്ടിൽ വന്നാൽ ഇരിക്കുന്ന ഒരു വെഞ്ചുണ്ട്, പണ്ടൊക്കെ ചായക്കട കിടക്കുന്നതാണ്. ഞങ്ങൾ 2 പേരും കൂടെ മുറ്റത്ത് ആ വെഞ്ചയിൽ അവിടെ ഇരുന്നു. ഇവിടെ നിന്ന് ഇല്ല. ഞാൻ ചെല്ലുന്ന കണ്ടുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠത്തി ഇറങ്ങിപ്പോയി. എന്നോട് പറഞ്ഞു, മിണ്ടിയില്ല. ഞങ്ങൾ അവിടെ ഇരുന്നു. ചേട്ടനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ 2ാമത്തെ ചേട്ടൻ വന്ന് വീട്ടിൽ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 3 വയസ്സങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അപ്പൻ്റെ സ്ഥാനം, എനിക്കത് കാണണമെന്നുണ്ട്. ഒടുവിൽ അവിടെ ഒരു പെണ്ണുണ്ട്, വത്സലെന്ന് അവിടെ പേര്, അവളെ അമ്മയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ വന്ന് ചോദിച്ചു, കുഞ്ഞമ്മ എന്നെ ഇവിടെ ഇരിക്കുന്നത് കയറുന്നില്ല എന്ന് ചോദിച്ചു. ആ പെണ്ണ് പറഞ്ഞുകൊണ്ട് അവിടെ കയറി ചെന്ന് ചേട്ടൻ്റെ അരികെ ചെന്നു. കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. അവിടെ ചിലപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ ഓർത്ത് നല്ല കാര്യമായിരിക്കും. ആദ്യം മോളെ, അവൻ പോയ വഴിയെ നീയും പോകണമെന്ന് പറഞ്ഞു. ഏതാ അന്തക്കോസിൽ പോയത് അവരറിഞ്ഞില്ല, പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞവിടെ നിന്നു. കൂടി ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറേ ഓറഞ്ച് മുന്തിരിങ്ങ കൊടുത്താലും കായലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രാത്രിയിലായപ്പോൾ ഒരു 9 മണിയായപ്പോൾ എൻ്റെ ചേട്ടത്തി വന്ന് എന്നോട് പറഞ്ഞു, അവൻ അവിടെ കിടന്നോളൂ. എവിടെ? ആ വെഞ്ചേട്ട മുറ്റത്ത്.
അപ്പം നീ വേണമെങ്കിൽ ഇവരുടെ ഒരു 3000 പിന്നെ ദൈവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ വേണമെങ്കിൽ കയറി കിടന്നു. എൻ്റെ ചേട്ടത്തിനോട് പറഞ്ഞു. ഞാൻ ഒട്ടും മടിച്ചില്ല ദൈവമക്കളെ, ഞാൻ ഒന്നും മടിച്ചില്ല. ഒരു സംഗതി എൻ്റെ മനസ്സിൽ വന്നുമില്ല. അവരോട് പറഞ്ഞു അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൃത്യമാസം 1-ാം തീയതി ആകുമ്പോൾ ശബരിമലയ്ക്ക് പോകും. അവിടുത്തെ പൂജാരിയാണ്. ആദ്യത്തെ കഴിഞ്ഞ പിന്നെ പുള്ളി അവിടുത്തെയൊക്കെ ചെയ്യുന്ന പൂജാരി മനുഷ്യന്. അപ്പം ഞാൻ അന്ന് രാത്രിയിലെ പുള്ളിയെ ബെഞ്ചെടുത്തിട്ട് തിന്നിട്ട് അവിടെ കിടന്ന് ഞാൻ മുറിക്കകത്ത് കിടന്നു. ദൈവമക്കളെ, ഇത് നിങ്ങൾ അറിയാനാണ് പറയുന്നത്, മറ്റാരുടെയും കടം മേടിക്കുന്നില്ല, അനുഭവിച്ചതായി പറയുന്നത്. ഒരുത്തരുടെ അല്ല. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, നമ്മൾ അനുഭവിച്ച കാര്യം പറയുന്നത്. അപ്പോൾ ആ മുറിയിൽ അങ്ങനെ കയറി കിടന്നു. എനിക്ക് ഉറക്കം വന്നില്ല. ഞാനിങ്ങനെ മൗനമായിട്ട് അവിടെ പ്രാർത്ഥിച്ചു. അവിടെ 1000 ദൈവങ്ങളും കർപ്പൂരവും സാമ്പ്രാണി എന്ന് വേണ്ട എല്ലാം മുറിക്കകത്തോട്ട് കയറത്തില്ല നാറ്റം കൊണ്ട്. ഒടുവിൽ ഞാൻ ആ മുറിക്കകത്ത് ഇങ്ങനെ കയറി അവിടെ ഇരുന്നു. കിടന്നില്ല, കിടക്കാൻ ഇടമില്ല, ഞാൻ കിടന്നില്ല. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു വെളുക്കാൻ സമയമായപ്പം ദൈവാത്മാവ് ഇടപെട്ടെന്ന് വെച്ചാൽ മരണവും ജീവനും എൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ ഇടിപ്പാൻ ആരുമില്ല. അപ്പം ഞാൻ ഓർത്ത് ഈ പിശാചെല്ലാം കൂടെയാണോ, പിശാചിൻ്റെ അടുത്തല്ലേ ഞാൻ കയറി കിടക്കുന്നത്, ഈ പിശാചെല്ലാം കൂടെയാണോ ഇനി ഇത് പറയിപ്പിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ 3 പ്രാവശ്യം മരണം ജീവനും എൻ്റെ കയ്യിലാണ്. ഇതെൻ്റെ മനസ്സിലിരുന്നു. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചപ്പം ചേട്ടൻ ഇതുപോലെ കിടക്കുക പുള്ളി കട്ടിലിൽ ഇന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. വചനം ഇതൊക്കെ ഓറഞ്ചൊക്കെ പൊളിച്ച് വായി വെച്ച് കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇങ്ങനെ കഴിച്ചുകൊണ്ട് കിടക്കുക. ഒടുവിൽ 2-ാമത്തെ പ്രാവശ്യം ഞായറാഴ്ച നേരം വിളിക്കാറായി. ഞാൻ ഉറങ്ങാതിരുന്നപ്പോഴത്തേന് നിങ്ങൾ ആരെങ്കിലും പുസ്തകം എടുത്ത് നോക്കിക്കോണം. ഇയ്യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം ആദ്യം, 2-ാമത് 21-ന്റെ ലാസ്റ്റ് വാക്യം മശാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഞാൻ പുസ്തകം വായിക്കുന്നില്ല. അപ്പം ഈ വചനം 2 പേരുടെ മതി. വീണ്ടും ഒരു വാക്കോടെ ചെന്ന് സുവിശേഷം പറ. ആരോ ഒരു ചെവി മന്ത്രിക്കുന്ന പോലെ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ചേട്ടനോട് സുവിശേഷം പറ, ചേട്ടൻ ഇപ്പം മരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇനി തീർത്ത് പറഞ്ഞു, ചേട്ടൻ ഇപ്പം മരിക്കും. അന്നേരം എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോന്ന്. എനിക്കത് ഇങ്ങനെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓളമൊന്നുമില്ല, പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു ഉടനെ സുവിശേഷം പറയാനാണ്. ഞാൻ ചേട്ടനോട് പറ സുവിശേഷം പറയാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു, ചേട്ടൻ കർത്താവ് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ആരുമില്ല, അമ്മയും മോനുമില്ല. മൂത്ത മോനെ ഭാര്യ പ്രസവത്തിന് വിട്ട് അവരുടെ വീട്ടില. പിന്നെ ഒരു പെങ്കൊച്ചേ ഉള്ളൂ, അവളവിടെ കണ്ടില്ല. മൂത്ത ചേച്ചി അവിടെ ഇല്ല. എന്നെ കാണാൻ കഴിയാഞ്ഞിട്ട് അവരെ കണ്ട് മാറിപ്പോയത്. ഒടുവിൽ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇല്ല വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അവൻ പോയ വഴിയോ. പുള്ളി പറഞ്ഞു ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടൻ, അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളെല്ലാം പാപികളാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു ഞാൻ പാപം ചെയ്തില്ലെന്ന് പറഞ്ഞു. ഉടനെ 2-ാമത് പറഞ്ഞു അമ്മയുടെ ഗർഭത്തിൽ അവളെ പാപികളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ പാപത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി വന്നെന്ന് പറഞ്ഞു. അത് പുള്ളി സമ്മതിച്ചില്ല. ഇവിടെ പറഞ്ഞു ചേട്ടാ കർത്താവിനെ വിശ്വസിച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ 30 കോടി ദൈവങ്ങളും ദൈവമല്ല, അവർ പട്ടുപോകുന്ന സങ്കീർത്തന ദേവന്മാർ നിങ്ങൾ പട്ടുപോകുന്നു, മനുഷ്യരെ പോലെ പട്ടുപോകുന്നവരാണ്. അതറിയാവുന്നവർക്കറിയാം. ദൈവമേ അതിൽ നിന്ന് എല്ലാത്തിനെയും വിടുവിക്കട്ടെ. ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്ന നേർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം. വീണ്ടും പറഞ്ഞു ഇതെല്ലാം പട്ടുപോകുന്ന മനുഷ്യനെ പോലാന്ന് പറഞ്ഞു. അപ്പോൾ പുരാണത്തിൽ നിന്ന് കുറേ പറഞ്ഞു, ബൈബിളിൽ നിന്ന് കുറേ പറഞ്ഞു. ഇങ്ങനെ കിടന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു ചേട്ടൻ വിശ്വസിക്കണമെന്ന് ചോദിച്ചു. കൂടി എന്തോ ദൈവം പ്രവർത്തിച്ചു, ഞാൻ വിശ്വസിക്കുന്ന മോനെ എന്ന് പറഞ്ഞു. ഉടനെ പറയുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് കർത്താവിനെ ഏറ്റു പറയുകയും ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു മോനെ ഞാൻ കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ വാ കൊണ്ട് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞായറാഴ്ച ഒരു 9:30 കാണുക, ഒരു 9:30 കാണുമല്ലോ. പ്രാർത്ഥിച്ചാമേ പറഞ്ഞ നമുക്ക് കാണണം. അത്ര തന്നെ. ദൈവം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കിന് വിലയുണ്ടോ? ദൈവം പറഞ്ഞാൽ പറഞ്ഞു. ദൈവം പറയുന്നു. ദൈവാത്മാവ് സംസാരിച്ചാൽ അത് ദൈവം പ്രവർത്തിക്കും. ദൈവം ചെയ്തു. പുള്ളി മരിച്ചു. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. ഈ ചെറുക്കൻ ഭാര്യ വീട്ടിലാണ്. ഉടനെ അവൻ പിറ്റേ ഉദാഹരണം ഓടി വന്ന മുറ്റത്ത് നിൽക്കുന്ന മാവ് കൊട്ടാനും എന്ന് വേണ്ട എല്ലാം ചെയ്യാൻ തുടങ്ങി. എനിക്കൊരു വലിയ മനപ്രയാസം. എൻ്റെ ദൈവം ഈ ശരീരം എന്തിനാ കത്തിച്ച് കളയുന്നത്, അതിനെ കുറിച്ചിട്ടാണ് പോരായോ. ഉടനെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു മോനെ ഇനി വന്നേ, ഞാനൊരു കാര്യം പറയാം. നിന്റെ അച്ഛനാണ്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം, ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ശരീരം ദഹിപ്പിക്കരുത്. ഒരു പെട്ടിയല്ലോ വാങ്ങിച്ചത്, നിങ്ങൾ എങ്ങനെ ഈ പറമ്പിൽ അടക്കം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. ഇവൻ ഒത്തിരി നേരം ശ്രദ്ധിച്ചു. അന്തരം ബ്രാഹ്മണന്മാരും അവരും ഇവരും ഒക്കെ വന്ന് കർമ്മം ചെയ്യാനും അത് ഇതിനൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് പേരൊക്കെ വന്നു. ഒടുവിൽ
ഈ ചെറുക്കൻ ഏതായാലും കൃപയാൽ അത് അംഗീകരിച്ചു. ഈ ചെറുക്കൻ എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനെ അടക്കുന്നേ ഉള്ളൂ, ദഹിപ്പിക്കുന്നില്ല, മാവൊന്നും വെട്ടണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും കൃപയാൽ ദഹിപ്പിച്ചൊന്നുമില്ല, ആ മനുഷ്യനെ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന ചെറുക്കട അമ്പലത്തിലൊരു പൂജാരി, അയാൾ ബ്രാഹ്മണനാണ്. അപ്പോൾ ഈ ചെറുക്കൻ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ചോദിച്ചു. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ഒത്തിരി ഞാൻ പറയാറില്ല ഒരിടത്തും. എന്നോട് ഇങ്ങനെ ചോദിച്ചു, കൊച്ചമ്മ പണം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ ദേഹത്ത് പട്ടിടാൻ? ആരുടെ ചത്ത മനുഷ്യൻ്റെ ദേഹത്ത് പട്ടിടാൻ എൻ്റെ പണം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അത്രയും കുറേ പേരൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ വന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അരിക്ക വന്നു, ബ്രാഹ്മണത്തിൽക്കനായ പൂജാരിക്ക. ഞാൻ പറഞ്ഞു, കുഞ്ഞേ നീ ഞാനുമായിട്ട് വലിയൊരു അകലിച്ചയാണ്, പക്ഷേ എനിക്ക് പണമില്ലാഞ്ഞിട്ടല്ല പട്ടി എന്നിടത്തില്ല. ചത്തവൻ്റെ വായിലായിരിക്കും പട്ടികളുടെ കാര്യമില്ല, ജീവനോടെ ആയിരിക്കും കൊടുക്കാൻ എന്ന് പറഞ്ഞു. ഈ ചെറുക്കൻ അവിടെ വന്നു. അപ്പം എനിക്ക് തോന്നി അകലിച്ചുണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു, ലാസറുടെയും തലവാൻ്റെയും കാര്യം ചത്ത കിടക്കുന്ന വിട്ട ചെറുക്കനോട് ഞാൻ പറഞ്ഞു കഥയായിട്ട്. വലിയൊരു അകലിച്ചയാണ്. എന്നാന്ന് ചോദിച്ചാൽ ഒരു പിളർപ്പാണ്, നിനക്ക് ഇങ്ങോട്ടും വന്നുകൂടെ, എനിക്ക് അങ്ങോട്ടും വരാൻ വയ്യ എന്ന് പറഞ്ഞേച്ച് ഞാൻ ലാസർ പിന്നെ ധനവാൻ പറഞ്ഞ കാര്യം അവിടെ വിവരിച്ച് പറഞ്ഞു. ഇവനിതെല്ലാം കേട്ട് ചങ്ങ മടങ്ങിപ്പോയി. ദൈവകൃപയാൽ കുഴിച്ചിട്ടു. ഒടുവിൽ ഞങ്ങളുടെ ചേട്ടത്തി ഞങ്ങൾക്ക് ശനിയാഴ്ച പോയി, ശനി ഞായർ തിങ്കളാഴ്ച വെളുപ്പിന് ആ ദിവസം വരെ ദൈവമക്കളെ എൻ്റെ സ്വന്തം സഹോദരൻ്റെ വീട്ടിൽ പോയി. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും എന്നോട് ചോദിച്ചില്ല. വേണ്ട, അതാരും കുടിക്കത്തില്ല, അത് വേണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇണയില്ല പണം കൂടരുത്. നമുക്ക് അത് പാടില്ല, അവർ തന്നാലും വേണ്ട. എന്നാൽ ദൈവം അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം എത്ര നല്ലവനാണ്. ഞാൻ ദൈവത്തിൻ്റെ നാമം ഉയർത്താനായി പറയുന്നത്. നമുക്ക് എനിക്കെന്ന് മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവമാണ്. ദൈവം ചോദിക്കുന്നതോടെ നീ വിശ്വസ്തനാണോ? വിശ്വസ്തരായിരിക്കാം. എന്നാൽ വിശ്വസ്തത ദൈവസന്നിധിയിലുള്ള വിശ്വാസവും വിശ്വസ്തതയുള്ളതായിരിക്കണം. ദൈവം നമ്മളെ പുലർത്താൻ ശക്തനാണ്. ഒന്നിനും നമ്മൾ താഴെയായി പോകുന്നില്ല. അങ്ങനെ എൻ്റെ സഹോദരങ്ങളൊക്കെയും വന്നു. എന്നാൽ അന്ന് പ്രസവത്തിന് കൊണ്ടുപോയ ആ ചേട്ടൻ്റെ കൊച്ചു മകൻ ഇന്ന് മയാമിലുണ്ട്. അവൻ നല്ലൊരു വിശ്വാസിയാണ്. അവൻ മയാമിലുണ്ട്, പട്ടാളക്കാരൻ ജോലി ചെയ്യുന്നവന്. അപ്പം ദൈവം അവനെ കണ്ടിരുന്നു. ബോംബെയിൽ എൻ്റെ മോൻ സുശേഷകയിൽ ഇരുന്നപ്പോൾ അവിടെ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് സുശേഷം പറഞ്ഞു. അവനങ്ങനെ എൻ്റെ ആളുകളുടെ ഒരു മകനും പിന്നെ ദുബൈയിലുണ്ട്, അവനും വിശ്വാസിയാണ്. അപ്പം അങ്ങനെ കുടുംബത്തിൽ നിന്ന് ചെല്ലി തന്നു. അന്ന് 10 ഏക്കർ തരാമെന്ന് ചേട്ടത്തി അവർ മരിച്ചു. ഞാൻ അമേരിക്ക വന്ന പിന്നെ മരിച്ചത്. എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നിൻ്റെ ദൈവം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഉള്ളതിൽ മൂത്ത ചേച്ചിയുണ്ട്, എന്നെ കുട്ടിക്കാത്ത ചേച്ചി ഇപ്പോഴുണ്ട്. അവർക്ക് 86 വയസ്സുണ്ട്. ഇപ്പോൾ എന്നെ വിളിക്കും, ഒക്കലവുമായി വിളിക്കും, മോളെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ ദൈവം എത്ര നൽകിയവൻ, ദൈവം എത്ര വിശ്വസ്തൻ. അപ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ടവൻ സഹിഷ്ണുതയോടെ നിന്നതുകൊണ്ട് കുടുംബം രക്ഷയുടെ മാർഗത്തിൽ വന്നു. കർത്താവ് എന്നെ വിളിച്ചതുകൊണ്ട് ദൈവം എന്നത്തോളം വിശ്വസ്തയോടെ ദൈവം നടത്തി. എനിക്കത് ഒന്നും പറയാനില്ല ദൈവമക്കളെ, ഒരു കാര്യവും പറയാനില്ല. ദൈവം നടത്തി. നടന്നതല്ല ദൈവം നടത്തിയതാ, നിന്നതല്ല ദൈവം നിർത്തിയതാ. ഈ ദൈവം എത്ര നല്ല ദൈവം. എൻ്റെ ദൈവത്തെ പുകഴ്ത്തുവല്ലാതെ മറ്റൊന്നും എനിക്കൊന്നും പറയാനില്ല. അതാ പറയുന്ന വിശ്വാസത്തെ കാണാത്ത കാര്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൽ ചെയ്തൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയല്ല. ദൈവം എത്ര വിശ്വസ്തൻ, എത്ര മാറാത്തവൻ. നമ്മൾ വഴികരിക്കണമെന്ന് ആ കുരുടനെ പോലെ വഴികരിക്കണമെന്ന് ഞാനും എൻ്റെ നിലവിളി. ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, അറിയാത്തപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ ഈ 42 വർഷക്കാലവും എൻ്റെ ദൈവം നല്ലവൻ രുചിച്ചറിഞ്ഞു. അതുപോലെ വേറൊരു കാര്യം കൂടെ ദൈവമക്കളെ ഞാൻ പങ്കുവെക്കട്ടെ. ഞാൻ ഏതായാലും ഇത്രയും പറഞ്ഞല്ലോ. ഒരു ദിവസം ഒരു ശനിയാഴ്ച ഞങ്ങൾ മാസത്തിൻ്റെ അവസാനം രാത്രി പിന്നെ ഞങ്ങൾ 2 പേര്, 4 പിള്ളേർ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മോൻ്റെ കൂടെ 2 പേരെ കൂടെ ഞങ്ങൾ ബൈബിൾ കോളേജിൽ വിട്ടു. നമ്മുടെ ഇത് അവിടെ പഠിക്കാൻ അവർ 3 പേര്. അവർ പോയി, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അന്ന് വേറെ നാഴി പഠിക്കുന്ന മക്കൾക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം നാഴി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, അമ്മ ഇത് മതിയോ? അപ്പോൾ എനിക്കൊരു ഉണ്ടേലും ഇല്ലെങ്കിലും ഒരു വലിയ ഒത്തിരി കുറവില്ല. ദൈവം സമൃദ്ധിയായി ദൈവം അനുഗ്രഹിച്ചു. ദൈവം അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാലത്തിൽ തന്നെ കിട്ടിയ ഒരു അലുമിനിയം കല്ല് പറയാതിരിക്കാൻ താല്പര്യമില്ലല്ലോ. ദൈവം ചെയ്ത ഉപകാരം ഇത്രയും പറഞ്ഞു. അതുകൂടെ ദൈവമക്കളെ നിങ്ങൾ കേൾക്കണം, ദൈവത്തിൻ്റെ അനുഭവത്തിൻ്റെ കാര്യം. അപ്പോൾ കിട്ടും. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒരു 5-5:30 അന്നേരം ഞങ്ങളുടെ അടുത്ത് ഉപ്പുതറ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു IPCയിലെ പാസ്റ്ററും പുള്ളിയുടെ മോനും ഭാര്യയും കൂടെ വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ 7 മണിയായി.
അപ്പോൾ എൻ്റെ മോൾ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി, ഇത്രയേ ഉള്ളല്ലോ, ഞാൻ അണിയില്ല. കാര്യം ഭാരവും പ്രയാസവും ഉണ്ട്. ഞങ്ങൾ 4 പേർ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ 6 പേർ വേണ്ടെന്ന് വെക്കാം, വരുന്നവർ 3 പേരുണ്ട്. അങ്ങനെ വന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം അവസ്ഥ വീട്ടിലേത്. അപ്പോൾ ഞങ്ങൾ 2 പേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അന്നും ഇന്നും ദൈവം തമ്പുരാൻ ഓരോരുത്തരോട് കൈനീട്ടാൻ അനുവദിച്ചിട്ടില്ല, അനുവദിക്കത്തുമില്ല. നമ്മുടെ ദൈവം നീതിമാനായ കർത്താവ്, അവൻ്റെ സന്തതി അപ്പ വിലക്കുന്നതായി കണ്ടിട്ടുണ്ട്, തിരുവചനമുണ്ട്, അത് പ്രമാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവനോട് കൈനീട്ടാൻ ഇതുവരെ അനുവദിച്ചു, ഈ നിമിഷം വരെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഞങ്ങളിങ്ങനെ ഓർത്ത് 2 പേരും മുഖത്തോട് നോക്കാം. അത് കഴിഞ്ഞ് തട്ടാരമ്പലത്തിൽ നിന്ന് ഒരു മേനോൻ രക്ഷിക്കപ്പെട്ടു വന്നതാണ്. പുള്ളി കാൻസർ രോഗം വന്ന് കാലം മുറിക്കണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭാര്യയായിട്ട് അവിടെ വന്നു. അപ്പോൾ എത്ര പേരായി? 5 പേര് വന്നവർ. ഞങ്ങൾ വീട്ടിൽ 4 പേരുണ്ട്. ഞങ്ങളുടെ സഭയിൽ എറണാകുളത്താണ് സഭയിലെ ഒരു സ്റ്റീവ പാസ്റ്റർ, പുള്ളി മരിച്ചുപോയി. പുള്ളി അന്നത്തെ സഭായോഗം നടത്തുന്നത്. ആ പാസ്റ്റർ അവിടെ വരുന്നത്. എനിക്കറിയത്തില്ല. ഇങ്ങനെ അവർ 6 പേര് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ മനസ്സിനൊരു വിഷമം ഉണ്ട്, എന്ത് ചെയ്യും. അപ്പോൾ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, പിന്നെ ഇറങ്ങി ചെന്ന് ഒത്തിരി ഇഷ്ടം പോലെ കൃഷിയൊക്കെ ഉണ്ട്, വിളയാത്ത ഏത്തക്കയുണ്ട്, എടുത്തുണ്ടോ പയറൊക്കെ തോരമേക്കാം. അപ്പോൾ എന്നോട് എൻ്റെ മോളെന്നോട് ചോദിച്ചു, ഇന്നോളം ഇവനോടുണ്ട്, അമ്മ ഇവർക്ക് എന്നെ കഞ്ഞോളം വരി കൊടുക്കാനാണോ എന്ന് ചോദിച്ചു. അന്നത്തെ ഭാഷയിൽ ഞാനൊന്നും വേണ്ടിയില്ല. കഞ്ഞോളം വല്ല സമൃദ്ധിയായ ഒരു വിളവ് ദൈവം തരുമെന്ന് എനിക്ക് എൻ്റെ വിധത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ദൈവം രചിക്കുന്നില്ല. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖമോ രചിച്ച് പോയിട്ടില്ല, രചിക്കത്തുമില്ല. ദൈവം നടത്താൻ ശക്തനാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കരുതികളില്ല. അത് കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പോയ 3 പേരും കൂടെ വന്നു. അവർക്ക് അടുത്ത ഒരാഴ്ചത്തേന് അവനിവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സണ്ണിയപ്രകാരം വന്ന പേര് വന്ന് കാണും, നിങ്ങളുടെയൊക്കെ സഭയിൽ വന്ന് കാണും. അവൻ്റെ സഭയിലെ പുനരുള്ള വിശ്വാസികൾ ഇവിടെയൊക്കെ ഉണ്ട്. എനിക്കെല്ലാവരും എന്നെ അറിയാം, പക്ഷേ ആരും ഇതുപോലെ ഒന്നും വന്നെന്ന് പറഞ്ഞിട്ടില്ല. അവൻ വന്നു, ഇവരും വന്നു. അവൻ 3, 3, 5, 6, 30 പേരായി. വീട്ടിൽ ഞങ്ങൾ വേണ്ട പോട്ടെ, ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്കൊക്കെ മനസ്സിന്, അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞു, ഏതായാലും നീ എൻ്റെ പൊന്നു മുളച്ചില്ല, ഞാൻ പറഞ്ഞത് കേൾക്കുക, എൻ്റെ ഇതൊക്കെ വെക്കട്ടെ എന്ന് പറഞ്ഞു. ഇവള് മോള് പോയി കായ് വളർത്തി ചെന്ന് ഒരു 2 കുടൽ ഏത്തക്കായ് കൊണ്ടുവന്നു. വന്നപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊന്ന് ചിന്തിച്ചോട്ടെ കൊണ്ട്, എൻ്റെ കർത്താവേ, ഇത് ജാതികളായിട്ടുള്ളവരല്ല വന്നത്, ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവ കുഞ്ഞുങ്ങളാണ്. അവർക്ക് കൊടുക്കണമെങ്കിൽ നിന്റെ ഭണ്ഡാരത്തിലൊന്നിനും കുറവില്ല. ഈ വാക്കെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 5 അപ്പത്തെ കൊണ്ട് 5000 പോഷിപ്പിച്ച ദൈവം ഈ നാഴിയരി കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പോഷിക്കാൻ ദൈവശക്തരാണ്. കുറച്ച് വിശ്വസിച്ചു. എൻ്റെ മോളിത് ഞങ്ങൾ അനുഭവിച്ചതാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ മോള് വന്ന് എന്നോട് ചോദിച്ചു, 3 കിലോ വരി വെക്കുന്ന കലമാണ് ഇട്ടിരിക്കുന്നത്. എന്നോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്തേ? ഞാനവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നാ ഇത് ആ കാലത്തിലൊന്നും കൊള്ളത്തില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കാലത്തിലൊന്നും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകി. സങ്കടത്തിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണുനീര് വന്നു. ഞാൻ പറഞ്ഞു, മോളെ 1 കിലോ അരിയുടെ ചോറുള്ളത് ഒരു പിച്ചറച്ചെരുവുണ്ട്, നീ ഞാൻ പറഞ്ഞു അതിനകത്ത് കോരി വെച്ചിട്ട് അതിന് കണക്കുള്ള വെള്ളം കൂടി. ചുരുക്കം പറയട്ടെ, ഞങ്ങൾ വീട്ടിൽ 6 പേര്, വന്നവർ 9 പേര്. എത്ര പേര്? 5 പേര്. ദൈവം സമൃദ്ധിയായ വിളവ് തന്നു. ആ കോരിയ ചോറ് അധികം കേട്ടോ. അപ്പം നമ്മുടെ ദൈവത്താൽ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് എൻ്റെ കർത്താവ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. വിശ്വസിച്ചാലേ നമ്മുടെ മഹത്വം കാണത്തുള്ളൂ, ഇല്ലേ കാണുകയില്ല. എത്ര നമ്മൾ തലകൊട്ടിക്കറന്നാലും നമ്മുടെ വിശ്വാസം. നിങ്ങളുടെ കർത്താവിൻ്റെ സമയം ശിഷ്യന്മാരും ചോദിച്ചു, ഞങ്ങൾ പോയിട്ട് എന്താ അത്ഭുതം പ്രവർത്തിക്കാൻ? അവിടെ ഒരു വിളിയുണ്ട്, അല്പവിശ്വാസം നമ്മൾ മുഴുവനുമായിട്ട് വിശ്വസിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുന്നത് യേശുവിനാണ്. ആ സഹായത്തിന് ദൈവം തെറ്റിപ്പിക്കാൻ വിട്ടില്ല, അത്രയും തികച്ചെടുത്തു. നമ്മുടെ ദൈവം എത്ര ശക്തനാണ്, തരാൻ കഴിവില്ലയോ? അളവില്ലാതെ തരാൻ കഴിവുണ്ട് ദൈവത്തിന്. ആ തന്നതുപോലെ ദൈവസഭയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും മാറിപ്പോയിട്ടില്ല. ദൈവം തമ്പുരാന്റെ കൃപയാൽ എവിടെല്ലാം അവിടെല്ലാം അനേക ആത്മാക്കളെ ദൈവം തന്നു. ഞങ്ങൾ പോരുമ്പോൾ 4 or 5 പേരുള്ള സഭയിൽ 300 പേരുണ്ടായിരിക്കും. കിഴക്ക് ഏപ്പാറക്കാരെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞ എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലെ കാര്യം ഇവിടെ ന്യൂയോർക്കിൽ അറിയാവുന്ന ഒരാളുണ്ട് അവിടെ. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ശക്തനാണ്. നമ്മുടെ ധനമല്ല, സമ്പാദ്യമല്ല, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവൻ ചെയ്യുമായിരുന്നു, എല്ലാവരും ദശാംശം ദൈവസഭയ്ക്ക് കൊടുക്കും. ഞങ്ങളങ്ങനെ ചെയ്തത് ദൈവങ്ങളെ ദശാംശം ഞങ്ങൾ എടുക്കും.
ബാക്കി മുതൽ ദൈവനാമത്തിന് കൊടുക്കും. അതുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. ഇങ്ങനെ വരുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ഒരു ഓർമ്മയിരിക്കില്ല. എന്നാൽ എൻ്റെ കർത്താവ് ഇതിലെ കണ്ടിരുന്നു. എൻ്റെ ദൈവം എത്ര എന്നാണ്. എനിക്ക് എത്ര ദൈവത്തെ ഉയർത്താൻ എനിക്ക് പറ്റത്തില്ല, എനിക്കൊന്നും കഴിയത്തില്ല. എനിക്ക് ഇതിലൊക്കെയും ഞാൻ പറയാം ദൈവം നല്ലവനെന്നാണ് പറയുന്നത്. അന്ന് 15 വയസ്സിൽ ഇറക്കി വിട്ട മോനായിരുന്നു പിന്നെ കലവമായിരുന്നു. അവരിവിടെ ഞാൻ താമസിക്കുന്നത്. ഞാൻ 2003 ഇവിടെ വന്നു. 8 വർഷമാകാൻ പോകുന്നു. അന്ന് എങ്ങോട്ടില്ലാതെ പോയി ഇറക്കി വിട്ട മോനാണ് അവിടെ ഉള്ളത്. കർത്താവ് എത്ര വലിയവൻ. അതുപോലെ ഇവനിക്ക് 7 മക്കളെ തന്നു. 5 ആണും 2 പെൺപിള്ളേരും. അതിലെ 3 പേര് മോളും കുടുംബം മരിച്ചുപോയെന്ന് പറഞ്ഞ് ആ കുഞ്ഞു കുടുംബം കർത്താവിൻ്റെ പേരിലെ 2 പേര് മുഴുവനുമായി കർത്താവിൻ്റെ സുവിശേഷങ്ങളിൽ അവരായിരിക്കുന്നു. 4 പേരും ബാക്കി 4 പേരും കർത്താവിൻ്റെ വേലയിൽ കൈത്താമുള്ളവരാണ്. ആരും ദൈവസന്നിധിയോട്ട് പോയിട്ടില്ല. എനിക്കതുകൊണ്ട് എൻ്റെ തലമുറ, എന്നെ കേൾക്കുന്ന നമ്മുടെ തലമുറ, നമ്മൾ ഈ നാളിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരയണം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരയണം. മാതാക്കളായാലും പിതാക്കൾ, മാതാക്കൾ പലപ്പോഴും നമ്മുടെ തലമുറ നശിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഒരു ദിവസമേ ജീവിച്ചുള്ളവർ കർത്താവിന് വേണ്ടി ജീവിക്കണം. അത് മുടങ്ങാതെ മടക്കുമെങ്കിൽ, വിശ്വാസത്തോടെ മടക്കുമെങ്കിൽ ദൈവം അത്ഭുതകരമായി നടത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഈ നാളുകളായി നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇടമ്പാട് വീടുകളുടെ കാര്യങ്ങൾ ഓരോ അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ രോഗമായത്. നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ ഓർമ്മ തലമുറയ്ക്ക് വേണ്ടി കരയണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. തലമുറ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ദൈവനാമത്തിൽ നിൽക്കുന്നവരായി തീരണം. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. അത് എനിക്ക് പറയാനുള്ളൂ. ഈ പുസ്തകം ഇത്രയും നോക്കിയാൽ നമ്മൾ എല്ലാ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് ഞാനും ജീവിച്ചു. ദൈവം എത്രത്തോളം നടത്തി. കർത്താവിൻ്റെ വചനത്തിൽ വാക്കുണ്ട്, നഷ്ടമായി പോയതല്ല ലാഭമായി തീർന്നു. എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ലാഭമായിട്ട് തീർന്നു. ഒന്നുപോലും പോയിട്ടില്ല. ധൈര്യത്തോടെ പറയാനുള്ളത് ദൈവം നമ്പരാൻ എല്ലാത്തിനെയും കുടുംബമായി ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചു. ദൈവം അയക്കേണ്ടിടത്തൊക്കെ പിള്ളേരെ ദൈവം അയച്ചു. കർത്താവിൻ്റെ പേരിൽ അവരിന്നും കൈത്താങ്ങളെല്ലാവരും ആ ദൈവത്തെ എത്ര വാഴ്ത്തുവാനും എത്ര സ്തുതിക്കുവാനും എത്ര മഹത്വപ്പെടുത്തുവാനും എനിക്ക് മതി വരത്തില്ല. ഇന്ന് പിന്നെ വീണ്ടും കൊണ്ടുവന്ന ശവക്കുഴി കിട്ടി എന്നെ ഇന്ന് ഈ അമേരിക്കയുടെ ദേശത്ത് ഈ സഭാകൂടില് ഇത്രയും ദൈവമക്കളുടെ ഇടയിൽ എന്നെ എൻ്റെ ദൈവം നടത്തിയ വഴി ദൈവം എനിക്ക് ഇടയാക്കിയല്ലോ. ഇവിടെ നിന്ന് മാത്രമല്ല, ഗൾഫിൻ്റെ പല ദേശങ്ങളിലും പോകാൻ ദൈവം എനിക്ക് സഹായിച്ചു. ബോംബെയുടെ പല സ്ഥലങ്ങളിലും പോകാൻ സഹായിച്ചു. അങ്ങനെ എല്ലായിടത്തും ദൈവം എന്നെ അയച്ചു. അയച്ചിടത്തൊക്കെയും ദൈവം ചെയ്ത സാക്ഷി അനേകർ ദൈവഭാഗത്ത് കടന്നു വരാൻ ഇടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ നന്മ എത്ര വലിയത്. അവനാവോടെ സ്തുതിച്ചാലും പോരാ ദൈവങ്ങളെ. ഒന്നോടെ ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം കടന്ന് ദൈവത്തെ വിശ്വസിക്കുക. വിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല. പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. പൂർണ്ണ പ്രതിഫലം നമ്മൾ പ്രാപിക്കണം. പൂർണ്ണ പ്രതിഫലം പ്രാപിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ, വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രമേ മഹത്വം കാണത്തുള്ളൂ. ഇല്ലില്ല. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളായി ദൈവം എന്നെ ഇത്രത്തോളം ഇവിടെ നടത്തി. ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. ഇവിടെ പലയിടങ്ങളിൽ എന്നാൽ ഞാനിങ്ങനെ എങ്ങും പോകാറില്ല. ആരെങ്കിലും അറിഞ്ഞ് വിളിച്ചെങ്കിൽ പോയി ദൈവം എനിക്ക് ചെയ്ത് ഉപകാരം പറയുന്നേ ഉള്ളൂ, അല്ല മറ്റൊന്നുമില്ല. എന്നാൽ ദൈവം ഇവിടെയും വരാനും ഇത്രയും ദൈവമക്കളുടെ ഇടയിൽ ദൈവം എന്നെ നടത്തിയ വഴികളെ പറയാൻ ദൈവം ഇടയാക്കി. ഇനിയും ദൈവം ചെറുതും വലുതുമായ നടത്തിയ വഴികളാക്കി ഇനിയുണ്ട് ദൈവം നടത്തിയത്. ആ ദൈവത്തെ നല്ലവന്. എനിക്കെല്ലാ ഇതും എൻ്റെ ദൈവത്തിൽ വിശ്വസ്തനാണ്. എൻ്റെ കൂട്ടുകാരുടെ പേര് എൻ്റെ ഇപ്പോഴും പോകും. ആൾക്കാരുടെ പോയി എൻ്റെ കുടുംബത്തിൽ 3-4 പേര് രക്ഷയുടെ മാർഗത്തിൽ വന്നു. എൻ്റെ അമ്മ വന്നു, എൻ്റെ ജ്യേഷ്ഠത്തിയുടെ അമ്മ വന്നു, എൻ്റെ ആമിയുടെ ഒരു മോൻ വന്നു. പിന്നെയും ദൈവഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കൊണ്ടിരിക്കുക. എന്നാലും ഇന്നും എന്നെ കേട്ടാത്തവരുണ്ട് കേട്ടോ. ഇന്നും എന്നെ കേട്ടാത്തവരുണ്ട്. അഭിമാനത്തിൽ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ തറവാട് കുരിശിൻ്റെ കൂടാതെ ഞാൻ എല്ലാവരോടും പറയും. ഇവിടെ വന്ന് ഫോണിൽ കൂടെ അനേകരോട് ഞാൻ പരിചയപ്പെടും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളോട് കൂടുതൽ ഞാൻ പറയും ഇരുട്ടിൻ്റെ അന്ധത. ഇവരൊന്ന് വായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതോടെ പറയും. ഇവർ പറയും രാമായണം എന്ന് പറയും. ഞങ്ങളുടെ വൃത്തം എഴുതി കൈകൾ പറയണോ, അതിൻ്റെ അകത്തെ അർത്ഥം ഒറ്റ ഒന്നേ ഉള്ളൂ പറയാൻ, രാമായണം. മനുഷ്യൻ്റെ ഇരുട്ടുമായണം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവരതങ്ങനെയല്ല കൊണ്ടാടുന്നത്. നിന്റെ ഹൃദയത്തിലെ ഇരുട്ട് മാഞ്ഞു പോകട്ടെ എന്നാണ് അത് പറയുന്നത്. പക്ഷെ അത് കൊണ്ടാടുക രാമായണം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു വെളിച്ചമുണ്ട്. നമ്മുടെ സത്യ വെളിച്ചം നമ്മുടെ ഭൂമി വന്നു. അത് ആ വെളിച്ചം മറ്റുള്ളവർക്ക് നമ്മൾ പ്രകാശിക്കുക. നമ്മുടെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമ്മൾ മിണ്ടാതിരുന്ന പറ്റത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിലെ ഈ ദിവസങ്ങളായി നാളുകളായി നമ്മൾ ആകേണ്ട പോലെ ആയിത്തീരുക. പിന്നെ ദൈവം തൻ്റെ ജനത്തെ ദൈവം വചനത്തിൽ വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനം തന്നെത്താൻ താഴ്ത്തി
നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുപിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നു എങ്കിൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഈ ദേശത്തിന് സൗഖ്യം വരുത്തരുമെന്ന് ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നു ചെവി ശ്രദ്ധിച്ചിരിക്കുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് താഴ്മ ദൈവസന്നിധി നമ്മൾ എത്രയും അത്രയും താഴുക. അതാ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കും. നമ്മുടെ ദൈവമായ കർത്താവ് ദൈവം അതാണ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതല്ല ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓശിയ 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇസ്രായേൽ പടർന്നൊരു മുന്തിരിവള്ളി. ദൈവത്തിൻ്റെ വചനം പറയുന്ന പടർന്നൊരു മുന്തിരിവള്ളി. അന്ന് ഇസ്രായേലിനോട് പറഞ്ഞെങ്കിൽ ഇന്ന് ഈ പുതിയ നിയമത്തിലുള്ള ഇസ്രായേൽ മക്കളാണ് നമ്മൾക്കും കൂടെ ഉള്ളതാണ്. ആ മുന്തിരിവള്ളിയുടെ അനുഭവം വേണം, രുചി വരുത്തണം. ഒന്നത് ദൈവം തമ്പുരാൻ പറഞ്ഞ് 15 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിക്ക് എൻ്റെ പിതാവ് തോട്ടക്കാരൻ, നിങ്ങളോ എൻ്റെ കൊമ്പുകളും. അപ്പോൾ ആ കൊമ്പിൽ പ്രതിഫലം ഉണ്ടാകുന്ന ചെത്തും ഒക്കെ നമുക്ക് ഉണ്ടാകും, വേദനയും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. എങ്കിലും പിന്നെ ഉടക്കം നിങ്ങൾ എനിക്ക് വേണ്ടി ഫലം കായ്ക്കണം. നമ്മളെ ദൈവം വിളിച്ച എന്തിനാണ്? ചുമ്മാ ഇരിക്കാനല്ല, ഫലം കായ്ക്കണം. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. അതിൻ്റെ 16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞു, നിങ്ങൾ എനിക്ക് ഫലമുള്ളവരായിരിക്കണമെന്ന്. അപ്പം നമ്മളെ ദൈവം വിളിച്ചെങ്കിലേ ഫലമുള്ളവരായിരിക്കണം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ആവർത്തന പുസ്തകമൊക്കെ എപ്പോഴും ഞാൻ വായിച്ച 7-ന്റെ 6-ാം വാക്യം വായിച്ചപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ വായിച്ചത്, ഭൂതലത്തിൽ വെച്ച് സകല ജാതികളിലും വെച്ച് ഞാൻ നിന്നെ എനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടി തിരഞ്ഞെടുക്കുന്നവർ. നമുക്ക് തിരഞ്ഞെടുത്തു. അതിൻ്റെ 14-ലും പറഞ്ഞു, എനിക്ക് വിശുദ്ധ ജനമായിരിക്കേണ്ടത് ഞാൻ തിരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തു. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടിയുള്ള ഫലമുള്ളവരായിരിക്കണം. ഒരു ദിവസം ഒരുത്തരോടെങ്കിലും കർത്താവ് എന്നെ രക്ഷിച്ചു. ഞാൻ ഇത്ര വരത്തുള്ളൂ, കർത്താവ് എന്നെ രക്ഷിച്ചു, ആ ദൈവത്തെ നിങ്ങൾ പോകണം. ഇന്ന് ഹിന്ദുക്കളോട് അധികം ഞാൻ പറയും, അനേക ക്രിസ്ത്യാനികളെ വീട്ടിലും പോയി പറഞ്ഞിട്ടുണ്ട്. ആരെന്ന് ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ വചനം ഇവിടെയും ഘോഷിക്കുക. ദൈവത്തിന് നന്ദി. അതുകൊണ്ട് നമ്മൾ ഏറിയ ഫലമുള്ളവരായിരിക്കണം ദൈവസന്നിധിയിൽ. അല്ലെങ്കിൽ നമ്മൾ താലന്തിൻ്റെ കാര്യം വായിക്കുന്നുണ്ട്. യജമാനൻ പോയി 5 താലന്ത് 2 താലന്ത് 1 താലന്ത് 5 താലന്ത് കൊടുത്തവർ 5 കൂടെ നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി, 1 കൊടുത്തവനോ വിളിച്ചിട്ടു. നമ്മുടെ ജീവിതത്തിൽ കുഴിച്ചിടുന്നവൻ വരരുത്, കഠിന മനുഷ്യനെന്നാണ് പറഞ്ഞത്. അങ്ങനെ വരാതിരിക്കാൻ തക്കോണം നമ്മളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീണ്ടെടുക്കപ്പെട്ട സകല ദൈവജനത്തെയും ദൈവം വിളിച്ചിരിക്കുന്ന ഒന്നും കൊടുക്കാതെ വിളിച്ചിട്ടില്ല. ആരും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുഴിച്ചിടരുത്. നമ്മൾ വ്യാപാരം ചെയ്യണം. നമ്മുടെ ജോലിയുടെ ഇടയിലായാലും നമുക്ക് ഇവിടെ ആയാലും ശരി തന്നെ ദൈവത്തിൻ്റെ നാമം ഉയർത്തണം. അതാ ദൈവങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത്. അതാ ദൈവം പറയും, നിങ്ങൾ ഫലം കായ്ക്കണം. ഫലമില്ലാതെ എന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ നമ്മൾ ദൈവസന്നിധി ഫലമുള്ളവരായിരിക്കട്ടെ. അത്യാ നോക്കി കർത്താവ് പറഞ്ഞു, ഫലമില്ലാതെ പോയി. പിന്നെ എൻ്റെ ഇലയില്ല കമ്പിലൊന്നുമില്ല, പൊഴിഞ്ഞ് ഫലമില്ലേ നമ്മളെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ദൈവസന്നിധി ഫലമുള്ളവരായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏറെ ഫലം കായ്ക്കുന്നവരെ തീരട്ടെ. ദൈവം എത്രത്തോളം അവസരം ദൈവം എനിക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യം